അല്ലെ എസൻസ് ഗ്ലോബൽ, അതുപോലെ ആബി, നമ്മുടെ ഒരു ടീമാണ് ഈ ആയുർവേദത്തിനെതിരെ ഏറ്റവും വലിയ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പം അരിഷ്ടം മനുഷ്യ ശരീരം കിടത്തി കീറി മുറിക്കുമ്പോൾ അതിനകത്തെ സംഗതി കണ്ടിട്ട് നമ്മളിത് ഇത് സയൻസിൻ്റെ കാര്യങ്ങളായിട്ടോ അല്ലെങ്കിൽ ഹ്യൂമൻ എവല്യൂഷൻ്റെ സംഭവം ഇതൊന്നും അല്ല നമ്മൾ മനസ്സിലാക്കിയത്. ഞാൻ പറഞ്ഞിരുന്നത് അൽഹംദുലില്ലാ മാഷാ അല്ലാഹ് ഒരു സൃഷ്ടി, ഗോപസ്ത്രീകളുടെ തുണിയും വാരി പോയതും ഒക്കെ. എന്നാൽ ഇത് റിയൽ ലൈഫിൽ നമ്മുടെ മുമ്പിൽ ആരെങ്കിലും ഇത് ചെയ്താൽ നമ്മൾ അപ്പോഴും അതിനകത്ത് അനീതി കാണുകയും ഇത് ശരിയല്ല അടിച്ചവൻ്റെ. വെൽക്കം ആരിഫ് ടു പൊളിറ്റിക്കൽ സൊറ. നമ്മളിത് 6ാമത്തെ എപ്പിസോഡ് അല്ലേ? യെസ്, 6ആയോ? 5 6 ആയെന്ന് തോന്നുന്നു. അതെ. എന്തായാലും എന്നെ ക്ഷണിച്ചതിന് വലിയ നന്ദി. ഏതായാലും അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം എന്താണ്? ഏതോ പുതിയ സിനിമ വന്ന് കണ്ടു എന്നൊക്കെ പറഞ്ഞു. ഞാൻ കണ്ടിട്ടില്ല. വാഴ അല്ലേ? കണ്ടു. വാഴ കണ്ടു. അടിപൊളി നിലവിളിയായിരുന്നു പിള്ളേരൊക്കെ പറഞ്ഞല്ലോ. ഞാനല്ലല്ലോ ഏത് സിനിമ കണ്ടാലും കരയും. ചെറിയൊരു സീനുണ്ട്, അതിനകത്തൊരു ഫിഷും ചാവുന്നൊരു സീനുണ്ട്. അപ്പം തന്നെ ഞാൻ കരച്ചിൽ തുടങ്ങി. അപ്പം പിള്ളേരുന്നിട്ട് വന്ന് വീട്ടിൽ വന്ന് കളിയാക്കുക, ഫിഷ് ചാവുന്ന കണ്ടിട്ട് അച്ഛൻ കരഞ്ഞെന്ന്. അവരെല്ലാവരും കരഞ്ഞു. നമ്മൾ ഫ്രണ്ട് സീറ്റിൽ ഏറ്റവും ഫ്രണ്ടിലാണ് സീറ്റ് കിട്ടിയത്. നമ്മളെല്ലാവരും, പിന്നെ ഞാൻ ഏത് സിനിമ കണ്ടാലും കരയുന്നുണ്ട്, എനിക്കതൊരു പുത്തരിയല്ല. അപ്പം എനിക്ക് ആരെങ്കിലും കൂട്ടുണ്ടോ എന്ന് ഞാൻ നോക്കിയപ്പം നമ്മുടെ ആ റോയിലിരിക്കുന്നവരെല്ലാം കണ്ണു നടക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് കുഴപ്പമില്ല. ഇതൊരു ആകാശദൂത് സ്റ്റൈലാണ്. അല്ലല്ല, അങ്ങനത്തെ കരച്ചിലല്ല, ആ നിലവിളിയല്ല. അത് ആകാശം ഇമോഷണൽ ഡാമേജ് അല്ലേ, എന്നാൽ ഇങ്ങനെ മരണം, അതല്ല. ഇത് കുറെ കൂടെ നമ്മൾ ഈ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെയും അങ്ങനത്തെ നമ്മുടെ എൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഇപ്പം ഞാൻ 80s ആണ്, ആരിഫ് 80s ആണ്. ഇപ്പം 80s 90s തൊട്ടുള്ള ആളുകൾക്കെല്ലാം കണക്ട് ചെയ്യാവുന്ന അവരുടെ സ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടങ്ങൾ അതിനകത്ത് കാണിക്കുന്നുണ്ട്. ഈവൻ അവർ പറയുന്നത് യങ് ജനറേഷൻ്റെ ആണെങ്കിൽ പോലും നമുക്കത് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ അതിനകത്തുണ്ട്. ഇപ്പം അതായത് സിനിമ ഒരു കംപ്ലീറ്റ് പാക്കേജാണ്. ഒന്ന് കോമഡി, ആക്ഷൻ, ഇമോഷൻസ്, അതായത് ഒരു സിനിമയ്ക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ചേരുവകളും കൃത്യമായി മിക്സ് ചെയ്ത് അവതരിപ്പിച്ച ഒരു സിനിമ. മുഴുവൻ പുതിയ താരങ്ങളാണെന്ന് കേട്ടു. അതാണ് ഇതിനകത്തെ ഒരു മെയിൻ പോയിന്റ് നമുക്ക് സംസാരിക്കേണ്ട കാര്യം. നമ്മളെപ്പോഴും പറയാറുള്ളതാണല്ലോ ക്യാപിറ്റലിസം, കോമ്പറ്റീഷൻ എന്നൊക്കെ. അപ്പോൾ ഈ യൂട്യൂബ് അങ്ങനത്തെ റീൽസ്, ഇൻസ്റ്റാഗ്രാം ഒക്കെ വന്നതോടുകൂടി സിനിമാ മേഖല എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നെപ്പോട്ടിസം ഉള്ള, അതായത് തലമുറയായിട്ട് സിനിമയിലുള്ള ആളുകളുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും ഒക്കെയാണ് അവസരം കിട്ടുന്നത്. അപ്പോൾ അതിന് വലിയൊരു മാറ്റം ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. മലയാള സിനിമയിൽ തന്നെ ഒരുപാട് ടാലൻ്റ് ഉള്ള ആൾക്കാർ ഈ റീൽസൊക്കെ ചെയ്ത് ഇപ്പോൾ അവർക്ക് അവരുടെ ഒരു പെർഫോമൻസ് ഷോക്കേസ് ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ഇന്ന് ഇൻസ്റ്റാഗ്രാമും ടിക്ടോക്കായിരുന്നു പലരും സ്റ്റാർട്ട് ചെയ്ത്. ടിക്ടോക്ക് പോലത്തെ പ്ലാറ്റ്ഫോമുകൾ, അതേപോലെ ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് ഒക്കെ കൊടുക്കുകയാണ്. ഇപ്പോൾ തന്നെ നമ്മൾ രണ്ടുപേരും ഇരുന്ന് സംസാരിക്കുന്നു. നമ്മൾക്ക് ഇപ്പോൾ ഇത്ര ആളുകളുടെ ഇടയിലേക്ക് നമ്മൾ റീച്ച് ആവും. നമുക്ക് നേരത്തെ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഇല്ല. നമുക്കിങ്ങനെ ആളുകളിലേക്ക് എത്തണമെങ്കിൽ നമ്മളെ ദൂരദർശൻകാർ വിളിക്കണം. ദൂരദർശൻകാർ നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം തടസ്സം, അല്ലെങ്കിൽ വയലും വീടും മഴവിലൊക്കെ കാണിക്കും, കൂന്നൊരു സൗണ്ട് വരും. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ നിന്ന് കേബിൾ TV വന്നു, ചാനലുകൾ വന്നപ്പോൾ കൂടുതൽ ആൾക്കാർക്ക് അവസരം കിട്ടി, കലാകാരന്മാർക്ക് അവസരം കിട്ടി. അതിനുശേഷം ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമും യൂട്യൂബും ഒക്കെ വന്നപ്പോഴത്തേനും വീണ്ടും അത് അങ്ങനെ എക്സ്പ്ലോഡ് ചെയ്യാണ്. അപ്പം ഒരു മേഖല എത്ര കോമ്പറ്റീറ്റീവ് ആവുന്നു അത്രയും നല്ല പ്രൊഡക്ട്സ് നമുക്ക് കിട്ടും. അപ്പം എല്ലാ മുൻനിര നടന്മാരും വലിയ മത്സരം, നല്ല കടുത്ത മത്സരം നേരിടുന്നു. ആർക്കും ഇനിയും ഒരു മോഹൻലാലും മമ്മൂട്ടിയൊന്നും നിന്ന പോലെ തുടർച്ചയായിട്ട് 10-50 വർഷമൊക്കെ സിനിമാ ഫീൽഡിൽ ഒരു സൂപ്പർ സ്റ്റാറായിട്ട് നിൽക്കുക എന്ന് പറഞ്ഞാൽ ഇമ്പോസിബിൾ എന്നാണ് ഞാൻ കരുതുന്നത്. ഇപ്പോൾ എനിക്ക് തോന്നുന്നൊരു ഹോളിവുഡ് സ്റ്റൈലിലൊക്കെ ഒരുപാട് ആളുകൾ വരുന്നൊരു മേഖലയായിട്ട് മാറും. ഒരു ക്രൗഡ് നോക്കുക, എത്ര ജോലിയാണ് സൃഷ്ടിക്കുന്നത്. ആക്ടിങ് ഒരു ജോബ്, ക്യാമറ, സാങ്കേതികമായിട്ട് എഡിറ്റിങ്, അതിൻ്റെ ലൈറ്റ്, മറ്റേത് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇൻഡസ്ട്രികൾ. ഇപ്പം നമ്മൾ മേടിക്കുന്ന മൈക്ക്, കേബിള്, ഇതിൻ്റെ കണക്ടേഴ്സ്, അത് വിൽക്കുന്ന ഗാഡ്ജറ്റ്സ് വിൽക്കുന്ന കട. ദിസ് ഈസ് ഹൗ ഓപ്പറേഷൻസ് മാനേജ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ. ഇതാണ് ക്യാപിറ്റലിസം. സോഷ്യലിസം ആണെങ്കിൽ ഒരു ദൂരദർശൻ കേന്ദ്രം കാണും, സർക്കാർ സിനിമ പിടിക്കണം. അതെ, സർക്കാർ പറയും ഏത് സിനിമ പിടിക്കണമെന്ന്. അപ്പോൾ ആ സിനിമയായിരിക്കും നമ്മൾ കാണുക. അപ്പോൾ അവിടുന്ന് വലിയൊരു മാറ്റം വന്നിട്ടുണ്ട്. പിന്നെ ഈ പിള്ളേർക്കെല്ലാം ഈ അഭിനയിച്ചിരിക്കുന്ന ഹാഷിർ ടീം, അതുപോലെ അമീന ടീം, ഇവർക്കെല്ലാം ഭയങ്കര ഫാൻസ് ഫോളോയിങ് ഉണ്ട് ഓൾറെഡി. അപ്പോൾ അവരെല്ലാം സിനിമ കാണാൻ വരുന്നു. പിന്നെ കണ്ടന്റും നല്ലതായിരിക്കും, നല്ലതാവണം. അല്ല ഓൾറെഡി അങ്ങനെ ഒരു റാപ്പോ നല്ലോണം ഉള്ളതുകൊണ്ട് അവർ തമ്മിൽ ഇപ്പം മോഹൻലാലും ജഗതിയും കോമ്പിനേഷൻ സീനുകൾ ബെറ്റർ ആവുന്നു എന്ന് പറയുമ്പോൾ അവർ കുറേ നാൾ ചെയ്ത് അവർക്കറിയാം ജഗതി എന്തിടും ഈ സീനിലെന്ന് മോഹൻലാലിനറിയാം. അപ്പോൾ അതേപോലെ ഇവർ ഒരുമിച്ച് ചെയ്ത് അവർ തമ്മിൽ നല്ലൊരു
റാപ്പോ ഉണ്ട് ബിൽഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവര് ആക്ടേഴ്സ് മാത്രമല്ല, ഇവരും ഡയറക്ടേഴ്സും കൂടിയാണല്ലോ. ആണ്, ഇവരാണല്ലോ ഇവരുടെ കോണ്ടന്റ് എല്ലാം ഡയറക്റ്റ് ചെയ്യുന്നതും സ്ക്രിപ്റ്റ് ചെയ്യുന്നതും ഒക്കെ. അപ്പോൾ ഒരു ഇൻസൈറ്റ് ഉണ്ടാവും അതിനകത്ത്. പിന്നെ എനിക്ക് തോന്നുന്നു, ഞാൻ നിരീക്ഷിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ, വെറുതെ ആരെങ്കിലും കോപ്പി ചെയ്ത് അഭിനയിക്കുന്ന ആൾക്കാരല്ല. തനതായ ശൈലി, മിമിക്രി ഇല്ല, തനതായ ശൈലി സൃഷ്ടിച്ച് അത് ട്രെൻഡാക്കി വരുന്നവർക്കാണ് കൂടുതൽ സാധ്യത. ഇപ്പോൾ ഈ ഹാഷിറിൻ്റെ ഒക്കെ വീഡിയോ ഞാൻ പണ്ട് കാണുമ്പം അതെന്താ ഒരു രസമില്ലായിരുന്നു, നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മൾ അത് കണ്ട് കുറച്ച് കഴിയുമ്പോഴത്തേനും നമ്മൾ ആ ശൈലിയായിട്ട് അക്സെപ്റ്റ് ഇടും. അച്ഛൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, മോഹൻലാലൊക്കെ ശ്രീകൃഷ്ണപ്പരുന്നെന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ടുണ്ട് മോഹൻലാലിൻ്റെ. അച്ഛൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് ഞാൻ തീരെ കുഞ്ഞായിരിക്കുന്ന സമയത്താണ് ഈ സിനിമയൊക്കെ വരുന്നത്. അപ്പോൾ ഇവരിങ്ങനെ സംസാരിക്കും, ഇയാളൊന്നും ഒരു വർഷത്തിൽ കൂടുതൽ നിൽക്കില്ല, എന്ത് വൃത്തികെട്ട നടൻ, എന്ത് അഭിനയം, ചപ്പിക്കറി എന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയ പരിഹസിച്ച ആളുകളുണ്ട്. പക്ഷെ അവർ ഒരു വ്യത്യസ്തമായ ശൈലി. അതെ, നസീർ സത്യൻ്റെ ഒക്കെ മുമ്പിൽ എന്ത് എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ. അതിന് മോഹൻലാൽ വന്ന് വലിയ സ്റ്റാറായി, എത്രയോ അവാർഡുകൾ വന്നു. ചില മമ്മൂട്ടിക്കെതിരെ ഇതുപോലെയൊക്കെ ആളുകൾ പറഞ്ഞിരുന്നു. അപ്പോൾ ഈ പുതിയൊരു കാര്യത്തെ അംഗീകരിക്കാൻ എല്ലാവർക്കും ഒരു മടി കാണും. പക്ഷേ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഇടയിൽ സ്റ്റക്കായി പോയത് നമ്മളുടെ ഈ പൃഥ്വിരാജ് ആ ഒരു ജനറേഷനാണെന്ന് തോന്നുന്നു അല്ലേ? അവർ സ്റ്റക്കായിട്ടില്ല, അവരാണിപ്പം ഈ ഇൻറ്റൻസ് കോമ്പറ്റീഷൻ, അതായത് അവർക്ക് സ്റ്റാർഡം മെയിൻറ്റെയിൻ ചെയ്യാൻ ഇപ്പം സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. പഴയ പോലെ മോഹൻലാലും മമ്മൂട്ടി നിന്ന പോലെ നിൽക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ ആസിഫ് അലിയൊക്കെ തന്നെ തുറന്നു പറയുന്ന ആളാണ്. കാരണം അജു അത് പറയാറുണ്ട്, നിവിൻ, ഇവരൊക്കെ ആ ഒരു സ്റ്റാർഡം മെയിൻറ്റെയിൻ ചെയ്യാൻ അവർക്ക് പറ്റുന്നില്ല. ബിക്കോസ് പുതിയ പിള്ളേരിങ്ങനെ വന്നുകൊണ്ടിരിക്കും. നസ്ലിൻ വന്നു, ഇനിയിപ്പോൾ ഹാഷിർ വന്നു, ഇനി അമീൻ വരും, ഇനിയും പിള്ളേർ വരും. അപ്പോൾ അത് ഒരു നല്ല ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്താണ് ആരിഫിൻ്റെ അഭിപ്രായം? അല്ല, ഇതിപ്പോൾ ഈ പറഞ്ഞല്ലോ, ഈ സോഷ്യൽ മീഡിയയും ഇങ്ങനെയുള്ള പ്ലാറ്റ്ഫോംസ് ഇങ്ങനെ ഒരു വഴി തുറന്നിടുന്നു എന്ന് പറയുമ്പോഴേ ഞാൻ ആലോചിച്ചു പോയത്, നമ്മൾ ഈ ഹോമിയോ വിമർശനം തുടങ്ങിയ സമയത്ത് എസൻസിലൊക്കെ വന്ന് ചെയ്തു. അപ്പോൾ റേഡിയോ, ഓൾ ഇന്ത്യ റേഡിയോ, അതിനകത്ത് ഒരു പരിപാടിയുണ്ട്. അപ്പോൾ ഹോമിയോ സംബന്ധിച്ചിട്ടൊരു സ്ലോട്ട് നമ്മൾ ചോദിക്കുന്നുണ്ട്. ആരിഫ് റെഡിയാണോ എന്ന് ചോദിച്ചു എൻ്റെ അടുത്തൊരു നമ്മളെ സുഹൃത്ത്. അപ്പോൾ ഞാൻ റെഡിയാണെന്ന് പറഞ്ഞു. അങ്ങനെ അവർ സംസാരിച്ച് എന്നിട്ട് എന്നോട് തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞു, അതെ, ഹോമിയോനെ വിമർശിക്കണത് അവരെടുക്കില്ല, അതിനെ പുകഴ്ത്തിയ ഓക്കെ. അപ്പോൾ ഒന്ന് ആലോചിക്കുക. അപ്പോൾ നമുക്ക് പറയാനുള്ളത് ഇതിൻ്റെ പൊള്ളത്തരമാണ്. ഇപ്പം ഇന്നലെ ആഗോള ഹോമിയോ ദിനമാണ്, വേൾഡ് ഹോമിയോപ്പതി ഡേ ആയിരുന്നു. ഹാനിമാൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ അതും കൂടി ആലോചിച്ച് പോവാണ്. അപ്പോൾ ഹോമിയോപ്പതി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നൊക്കെ ചോദിച്ചിട്ടുള്ള സംസാരങ്ങളാണ് ഇതിൽ കൂടുതലും വരിക. അപ്പോൾ അതിലൊരു തമാശയായിട്ടൊരു വെബ്സൈറ്റ് ഇറക്കിയിട്ടുണ്ടായിരുന്നു, ഹൗ ഹോമിയോപ്പതി വർക്ക്സ് എന്ന് പറഞ്ഞിട്ടൊരു വെബ്സൈറ്റ്. ഇനി ഇതിനെക്കുറിച്ച് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതിൽ പോവുക എന്ന് പറഞ്ഞിട്ട്, ഡസ് നോട്ട് വർക്ക്. അതാണ് അതിൻ്റെ ലാൻഡിങ് പേജ്. അല്ല, നമ്മൾ പണ്ടൊരു പോസ്റ്റ് ഹോമിയോയുടെ ദിനത്തിൽ ഞാൻ ഇട്ടത്, ഈ രണ്ട് താടിക്കാരെ മലയാളികളെ നശിപ്പിച്ച ജർമ്മൻകാർ കാൾ മാർക്സും രണ്ടും ജൂതന്മാരാണ് ഈ മലയാളികളെ നശിപ്പിച്ച് വെച്ചിരിക്കുന്നത്. സകല അന്ധവിശ്വാസങ്ങളും, സാമ്പത്തിക അന്ധവിശ്വാസം ഒരാള്, മറ്റേ ആള്. പക്ഷെ ഹാനിമാൻ, അത് നമ്മൾ പറയണല്ലോ, ഹാനിമാൻ ഇത് പറഞ്ഞ മാതിരിയല്ല ഇതെത്തിയിരിക്കുന്നത്. ഹാനിമാൻ പറഞ്ഞ പല സാധനങ്ങളും ഒളിപ്പിച്ച് വെച്ച് വേറൊരാൾ ഇതിനകത്ത് കൈ കടത്തിയിട്ടാണ് ഇന്ന് കാണുന്ന ഹോമിയോപ്പതി ഇവിടെ എത്തിയത്. അത് കെൻറ്റ് എന്ന് പറഞ്ഞ ആളാണ്. ഹാനിമാൻ പറഞ്ഞത് പ്രകാരമാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആയിരിക്കില്ല ഹോമിയോപ്പതി. കാരണം അത് വേറെ തന്നെ ഒരു രൂപ, അത് ശരിക്കും ഇവരെടുത്തിട്ടില്ല. അങ്ങനെ ഒരു കളി ഇതിൻ്റെ ഇടയിലുണ്ട്. അത് നമ്മൾ പറയാറുണ്ട്. ഹാനിമാൻ ശരിക്കും ഒരു എൻക്വയറി നടത്തുന്ന ഒരാളായിരുന്നു, അന്വേഷണാത്മക സ്വഭാവമുള്ള ഒരാളായിരുന്നു. അതുകൊണ്ട് തന്നെ ആള് തുടക്കത്തിൽ പറഞ്ഞതൊന്നല്ല അവസാനം പറഞ്ഞിരുന്നത്. ഹാനിമാൻ ജീവിച്ചിരുന്നെങ്കിൽ ഹാനിമാൻ ഇത് ഹോമിയോപ്പതി ആദ്യം പിരിച്ചുവിട്ടാണ്. അതെ, അങ്ങനെയായിരുന്നു അതിൻ്റെ അവസാനം എഴുതി വെച്ചതൊക്കെ വെച്ച് നോക്കിയാൽ. കാരണം കുറേ ഇതൊക്കെ പറഞ്ഞ അവസാനം പുള്ളി പറയുന്നത്, ഇനി ഇതൊന്നും ഫലിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാണ് ഇത് അവസാനിപ്പിക്കുന്നത്. അപ്പോൾ പുള്ളിക്ക് തന്നെ അറിയരുത് ഇത് പലയിടത്തും ഫലിക്കൂല എന്ന്. അല്ല, ഇപ്പോൾ ഹാനിമാൻ ഇപ്പം വന്നിട്ട് പറയാണ്, മക്കളെ, എൻ്റെ ഹോമിയോ സുഹൃത്തുക്കളെ, മൈ ഡിയർ ഫാക്കൽറ്റീസ്, ഞാനീ പറഞ്ഞെല്ലാം പൊട്ടത്തരാണെന്ന് പറഞ്ഞാൽ ഇവർ സമ്മതിക്കുമോ? അവർ സമ്മതിക്കില്ല. അത് നമ്മൾ ചോദിക്കാറുണ്ട്. അങ്ങനെ അങ്ങ് പറഞ്ഞാലോ? അതേപോലെ കാൾ മാർക്സ് വന്നിട്ട് ഇപ്പം നമ്മൾ പറയണ്ടോ, കാൾ മാർക്സ് ഇപ്പോൾ വരുന്നു. കമ്മ്യൂണിസം ഒന്നും പ്രവർത്തിക്കുന്ന സാധനമല്ല, അത് അന്നത്തെ കാലത്ത് എൻ്റെ ഒരു തെറ്റിദ്ധാരണയായിരുന്നു. നിങ്ങളിത് ഉപേക്ഷിക്കണം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കമ്മ്യൂണിസ്റ്റുകാർ സമ്മതിക്കില്ല. അത് തന്നെയാണ്. അല്ലേ, നമ്മൾ ചോദിക്കുന്നൊരു ചോദ്യം അതാ. അതായത് ഹാനിമാൻ ഇന്ന് ജീവിച്ചിരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഹോമിയോപ്പതി കണ്ടുപിടിക്കാനുള്ള കാരണം ഒരെണ്ണം പറയും. ഇതാണ് നമ്മൾ പറയാം. കാരണം അന്ന് ഹാനിമാൻ പറഞ്ഞ കാരണങ്ങളുണ്ട് ഹോമിയോപ്പതിയിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. ആ കാരണം ഒന്നും ഇന്ന് നിലനിൽക്കുന്നില്ല. അപ്പോൾ ഇന്ന് ആ സാധനം കണ്ടുപിടിക്കാൻ വേണ്ടി അറിയാം. അപ്പോൾ അത് അന്നത്തെ ഒരു ഹിസ്റ്ററിക്കൽ ലിമിറ്റേഷനാണ്. അല്ലെങ്കിൽ നമ്മൾ മുന്നോട്ട് പോകുമല്ലോ, ശാസ്ത്ര സാങ്കേതികപരമായിട്ടുള്ള രീതികളിലൂടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഉണ്ടാവുന്ന ചില പോരായ്മകളുണ്ട് അന്നത്തെ കാലത്ത്, ഇല്ലാതെ പോയെ.
ആ സാധനത്തിലാണ് ഈ സാധനം വന്നത്. ഇതേപോലെയാണ് ഓരോ വിഷയം എന്ന് പറയുന്നത്. സുശ്രുതനും ചരകനും ഒക്കെ ജീവിച്ചിരുന്നെങ്കിൽ അവരെല്ലാം അവർ കണ്ടെത്തിയ അന്നത്തെ അന്വേഷകരാണ് അവർ, അന്നത്തെ ശാസ്ത്ര കുതുകികളാണ് അവർ. അവരെയാണ് അവരെ ശരിക്കും അവരെ എന്നാ പറഞ്ഞ ബിംബവൽക്കരിക്കുന്നതിലൂടെയും അവർ തിരുത്തപ്പെടാൻ പാടില്ലാത്ത ആളുകളാണെന്ന് പറയുന്നതിലൂടെ ശരിക്കും അവരെ തന്നെ ഡിസ്ക്രേസ് ചെയ്യണം. അതാണ് അവരുടെ കോർ ക്വാളിറ്റി ഇവർ എടുക്കുന്നില്ല. ബാക്കിയുള്ള സാധനമൊക്കെയാണ് ഇവർ പൊക്കിക്കൊണ്ട് നടക്കുന്നത്. അതാണ് നമുക്ക് അവരോടുള്ള എതിർപ്പ്. ഹാനിമാൻ എന്തും ടെസ്റ്റ് ചെയ്യുന്ന ആളായിരുന്നു. എത്ര ഹോമിയോപ്പതിക്കാർ സ്വയം ടെസ്റ്റ് ചെയ്യും? ഇതാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ അത് ചില ആളുകൾ ചോദിക്കാറുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ഹോമിയോ വിമർശിക്കുന്നു എന്ന് പറയുമ്പോൾ ആളുകൾ വന്നിട്ട് നമ്മൾ തെറിയൊക്കെ പറയുമ്പോൾ ചില ആളുകൾ ചോദിക്കും, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഹാനിമാൻ അന്നത്തെ വൈദ്യത്തെ ചോദ്യം ചെയ്തിട്ടാണ് ഹോമിയോപ്പതി കൊണ്ടുവന്നത്. അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ ലോജിക്കാണെന്നുണ്ടെങ്കിൽ ഹാനിമാനെ തെറി വിളിക്കല്ലേ വേണ്ടത്? അതല്ലല്ലോ എന്ന് അവർ ചെയ്തേ. അപ്പോൾ നിങ്ങൾ അതേപോലെയല്ലേ നിൽക്കേണ്ടത്? അങ്ങനെ കണ്ടാൽ പോരെ എന്നെ എന്നൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ട്. പക്ഷെ ഇതൊന്നും അധികം ഷോർട്ട് ലിവ്ഡ് ആണെന്ന് മാത്രം. എൻ്റെ ഒരു കണക്കൂട്ടൽ ഇതൊക്കെ കുറേ ആൾക്കാർക്കൊക്കെ അറിയാം. പിന്നെ ഇതൊരു ജീവിതോപാധിയാണ്. അതാണ് ഹാവ് ടു പ്രൊട്ടക്ട്. ഇപ്പം മതത്തിൻ്റെ കാര്യം പറയുന്ന പോലെ ഞാനെപ്പോഴും കാണാറുണ്ട് ഈ ബാസിൽ, അബ്ദുള്ള ബാസിൽ. നിങ്ങളുടെ അബ്ദുള്ള ബാസിലിനോട് എനിക്ക് ഒരു കാര്യത്തിലൊരു ഇതുണ്ട് കേട്ടോ. അവൻ കുറച്ച് എന്തൊക്കെയാണെങ്കിലും വിഡിത്തരങ്ങളൊക്കെയാണ് പറയുന്നതെങ്കിലും അവനൊരു ആത്മാർത്ഥതയുണ്ട്. അവൻ എന്താ പറയുക, വൾഗറാവത്തില്ല. അപ്പം എൻ്റെ വീഡിയോ എന്നെപ്പറ്റി ഒരു നമ്മുടെ ഒരു പഴയ ചർച്ച അവരാണ് ആദ്യം എടുത്ത് വീഡിയോ ചെയ്തത്. അപ്പോൾ അവരതിനകത്ത് ചെയ്തൊരു ഡീസൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രൊഫൈലോ അല്ല ഞാനിവിടെ ജോലി ചെയ്യുന്നു പിന്നെ അങ്ങനത്തെ ഒരു പരിപാടിയൊന്നുമില്ല. അവർ ഞാൻ പറഞ്ഞ കാര്യത്തെ വിമർശിച്ചു. അത് നമുക്ക് ഡിബേറ്റ് ചെയ്യാവുന്നതാണ്. പക്ഷേ മറ്റേ ഈ ജനപക്ഷം നിഷ്പക്ഷം എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ആൾക്കാർ, അതായത് വളരെ എന്താ പറയുക നല്ല മതേതര മുഖവുമായിട്ട് മുന്നിൽ വന്നിരിക്കുന്ന ആൾക്കാരാണ് ശരിക്കും നമുക്ക് അവരെയാണ് ശരിക്കും സൂക്ഷിക്കേണ്ടത്. പക്ഷേ ഇതിലൊരു കാര്യമുണ്ട് ഇപ്പം അങ്ങനെ പറയുമ്പോഴും. ഇപ്പം അബ്ദുള്ള അബ്ബാസിൽ ഓരോ ആളുകൾ അല്ലെങ്കിൽ ആ ടീം അങ്ങനത്തെ ഗ്രൂപ്പുകൾ, ഈ ദവ ടീം എന്ന് വിളിക്കുന്നതായിരിക്കും നല്ലത്, ദവ ഗ്യാങ് എന്ന് വിളിക്കുന്നതാണ് നല്ലത്. ഇവർക്കൊരു അപ്രോച്ച് ഉണ്ട്. ഇപ്പം പ്രവീൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിം ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ആളല്ല. നിങ്ങളോട് എടുക്കുന്ന രീതിയും നമ്മളോട് എടുക്കുന്ന രീതിയും രണ്ടാ. അപ്പോൾ നിങ്ങളെ ആ രീതിയിൽ കാണുന്നതിന് ഒരു ഉത്തരം അല്ലെങ്കിൽ ഒരു അവർ പറയാതെ പറഞ്ഞു വെക്കുന്നൊരു സാധനമുണ്ട്. നിങ്ങൾ ഏതെങ്കിലും ഒരു ദിവസം നിങ്ങൾ ഇതിലേക്ക് വരും. അപ്പോൾ നിങ്ങളെ ഇമ്പ്രസ് ചെയ്യിക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. അതാണ് അവർ ചെയ്യുക. പക്ഷെ അവർ നമ്മളെന്താ പറയാറ്? നിങ്ങളിനി വരാനൊന്നുമില്ല, നമ്മൾ വരാനില്ല. അപ്പോൾ നമ്മൾ ഇസ്ലാമിനെ വിമർശിക്കുന്നതോടുകൂടി നമ്മളെ വിളിക്കാത്ത തെറിയൊന്നുമില്ല. അവർ ആദ്യം വിളിക്കുക അമ്മയും പെങ്ങളും പോയിക്കുന്നവരെന്ന് നമ്മൾ വിളിക്കാറ്. ഇങ്ങനെയാണ് അവർ വിളിക്കുക. അപ്പോൾ ഇതൊരു അശ്ലീലം തന്നെയാണ്. അപ്പോൾ അവരങ്ങനെ ഒരു ശുദ്ധപക്ഷക്കാരാണെന്നൊന്നും അല്ല, ശുദ്ധനാന്നല്ല മീൻസ് ആ രീതിയിലേ വൾഗാരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ വൾഗാരിറ്റി ഉണ്ട്. അത് എടുക്കേണ്ടവരടുത്ത് എടുക്കും. അതാണ് അവർ ചെയ്യുക. അപ്പോൾ നമ്മൾ ഇങ്ങനെ പറഞ്ഞ് നടന്നപ്പോൾ നമ്മൾ തിരിച്ചു പറയാൻ തുടങ്ങി. ആദ്യമൊക്കെ നമ്മളും അവരുടെ വളരെ മാന്യമായിട്ടൊക്കെ ആയിരുന്നു നമ്മളൊക്കെ ഡീൽ ചെയ്തിരുന്നത്. അപ്പോൾ തിരിച്ചു പറയാൻ തുടങ്ങിയ ഒരു ഗ്യാങ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളുടെ ഒരു കൂട്ടത്തിൽ ഇപ്പോൾ ഞാനൊക്കെ തിരിച്ചു പറയും, പച്ചയ്ക്ക് പറയും. പക്ഷെ ഞാൻ അവരെയല്ല പറയാം, നമ്മൾ ഇവരുടെ മുതലാളി ഉണ്ടല്ലോ, മുതലാളിയെ പറയും. അപ്പോൾ അവർക്ക് കൊള്ളും. അങ്ങനെ ഇത് പറയാൻ തുടങ്ങിയപ്പോൾ ഇതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ എതിർപ്പ് വന്നത് അബ്ദുള്ള വാസിലിൻ്റെ ഭാഗത്തു നിന്നല്ല, നമ്മൾ കൂടുതൽ ആൾ ആരിഫ് അങ്ങനെ പറയരുത്, അങ്ങനെ പറഞ്ഞാൽ പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞു വന്ന്. അങ്ങനെ അവസാനം നമ്മളുടെ എതിർപ്പ് ജബ്ബാർ മാഷൊക്കെ പറയുന്നത്. അപ്പോൾ അവരൊക്കെ ചെന്നിട്ട് വളരെ മാന്യമായിട്ടൊക്കെ പറഞ്ഞു തുടങ്ങി. അങ്ങനെ അവരെ തെറി വിളിക്കാൻ തുടങ്ങി. അപ്പം പിന്നെന്തായി, ഇപ്പം അവരും തെറി വിളിക്കാൻ തുടങ്ങി. അല്ല, നമ്മുടെ മുഹമ്മദ് ഖാനൊക്കെ പോയിരുന്ന് അതെ പറഞ്ഞു. അതെ ഇപ്പം തിരിച്ച് അവരും ഇതേപോലെ നമ്മൾ പറയുന്ന ഭാഷ ഉപയോഗിക്കാൻ തുടങ്ങി. വളരെ മോശമായിട്ടുള്ള ഭാഷ എന്നൊക്കെ അവരുടെ ഭാഷയിൽ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞത് ഇത് ഭാഷയൊന്നുമല്ല വിഷയം, ഇവരുടെ ടെക്നിക്സ് ഉണ്ട്, ഇവരുടെ ഒരു അപ്രോച്ച്, ഇതിനെ ടാക്കിൾ ചെയ്യാൻ വേണ്ടി അവർ ഉപയോഗിക്കുന്ന ചില രീതികൾ. ഇത് നമ്മൾ മനസ്സിലാക്കി അതിനെ ആ രീതിയിൽ ഹാൻഡിൽ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. പക്ഷേ ഞാൻ ഇപ്പം കഴിഞ്ഞ ദിവസം യാസിന് വേണ്ടി ഞാൻ സംസാരിക്കുമായിരുന്നു. അപ്പം ഞാൻ ഈ കുറേ നമ്മളിപ്പം വിമർശിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യമേ ഇപ്പം നമ്മളും മതവിമർശകരെ ആദ്യം വിമർശിക്കാനുള്ള പോകും ശ്രമിക്കുക. നമ്മളൊരു വിശ്വാസിയായിരിക്കുമ്പോൾ നമ്മുടെ സ്വാഭാവിക ചോദന നമ്മുടെ വിശ്വാസത്തെ എതിർക്കുന്ന ആൾക്കാരെ വിമർശിക്കുക, അല്ല അവർ പറയുന്നതിൽ തെറ്റുകൾ കണ്ടുപിടിക്കുക. അപ്പോൾ നമ്മൾ പഠിക്കുമല്ലോ, പഠിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ ഇവൻ പറഞ്ഞതാണല്ലോ ശരി, നമ്മൾ പറയുന്നതല്ല ശരിയെന്ന് നമുക്ക് ബോധ്യമാവല്ലോ, ഒരു കോമൺ സെൻസ് ഉള്ള ആൾക്ക് തോന്നും. അബ്ദുള്ള ബാസിലൊക്കെ ഡോക്ടറായിട്ട് അല്ലേ ഡോക്ടറല്ലേ? അപ്പോൾ എനിക്ക് അങ്ങനെ ഒരാൾക്ക് എനിക്കത് മനസ്സിലാവുന്നില്ല. ഇത്രയും വിമർശിക്കാൻ വേണ്ടി, ഇപ്പോൾ ആരിഫിനെ വിമർശിക്കാൻ വേണ്ടിയിട്ട് ആരിഫ് പറയുന്നതൊക്കെ ശരിയാണോ എന്ന് ഇവർ പരിശോധിക്കുമ്പോൾ ഇവരുടെ മുമ്പിൽ ഒരു സത്യം എന്ന് പറയുന്നൊരു സാധനം ഇവരുടെ മുമ്പിൽ തെളിഞ്ഞു വരുമല്ലോ. അപ്പോൾ അതിനെ ഇവർ കംപ്ലീറ്റ് തമസ്കരിച്ച് അങ്ങനെ കളയാൻ അതൊരു നമ്മുടെ ഒരു മനുഷ്യൻ്റെ ഒരു ബ്രെയിനിന് സാധിക്കില്ല എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഇനി അവരങ്ങനെ ചെയ്യുന്നുവെങ്കിൽ അതൊരു എന്താ പറയുന്നത് മറ്റ് പല കാരണങ്ങൾ കൊണ്ട്, ഇപ്പോൾ ചിലപ്പോൾ ഒരുപക്ഷെ ഇവർ ഈ
പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിക്കുന്നില്ലായിരിക്കാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ ദൈവത്തിൽ പോലും വിശ്വാസം നഷ്ടപ്പെട്ടിട്ടുണ്ടാകും. പക്ഷേ ഈ ഒരു പൊളിറ്റിക്കൽ സ്പേസിൽ അല്ലെങ്കിൽ തങ്ങളുടെ ഒരു ഗോത്രം, ട്രൈബ്, ഇപ്പോൾ മുസ്ലിം എന്ന് പറയുന്ന കമ്മ്യൂണിറ്റിയുടെ ഒരു ഐഡൻറ്റിറ്റി അത് ശിഥിലമായി പോകും. അല്ലെങ്കിൽ ഇവർ വിചാരിക്കുന്ന അബ്ദുൽ അബ്ബാസിൻ്റെ ഒക്കെ എപ്പോഴും ഒരു കൺസെപ്റ്റ് ഉണ്ട്, മൊറാലിറ്റി ബിൽഡ് ചെയ്തിരിക്കുന്നത് റിലീജിയൻ്റെ മുകളിലാണ്. റിലീജിയൻ ഇല്ല എങ്കിൽ ഉടനെ അമ്മയും പെങ്ങളും ഇവർ പോയി ഈ മതപുസ്തകം മാറ്റി കഴിഞ്ഞാൽ. അത് ഞാൻ ഗൾഫിലൊരു ഈജിപ്ഷ്യനോട് നമ്മൾ സംസാരിച്ചപ്പം അവനോട് പറഞ്ഞു, ഈ പുസ്തകം യു ബിലീവ് ഇൻ ദിസ് ബുക്ക്, സി ഐ ഡോണ്ട് നോ വെദർ ഇറ്റ്സ് ട്രൂ ഓർ നോട്ട്, ബട്ട് ഐ ഹാവ് ടു ബിലീവ്, അല്ലെങ്കിൽ ഞാൻ ഹയവാനാകും, ഞാനൊരു മൃഗമാവും. ഞാൻ പറഞ്ഞു ഈ അപ്പം ഞങ്ങളൊന്നും ആവുന്നില്ലല്ലോ. അപ്പം അവൻ ചോദിക്കും അതെന്താണെന്നാണ് ഞാനിങ്ങനെ ആലോചിക്കുന്നത്, നിങ്ങളെന്താ അങ്ങനെ ആവാത്തത്? അപ്പം ഇവൻ വിചാരിക്കുന്നത് നമ്മളുടനെ നമ്മൾ പോകുന്നു, നമ്മൾ വീട്ടിൽ പോയി ഉടനെ അമ്മയെ ഭോഗിക്കുന്നു, ഈ പുസ്തകം ഉള്ളതുകൊണ്ടാണ് ഇവനിത് ചെയ്യാതിരിക്കുന്നതെന്ന് ഇവൻ വിചാരിച്ച് വെച്ചിരിക്കുകയാണ്. ഇവൻ അങ്ങനെ ആത്മാർത്ഥമായി വിശ്വസിക്കുകയാണ്. അപ്പോൾ പുസ്തകം നുണയാണെന്ന് വിശ്വസിച്ച് കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ അമ്മയ്ക്കും പെങ്ങൾക്കും വീട്ടിൽ സമാധാനമില്ല എന്ന് അവൻ തന്നെ വിശ്വസിക്കുകയാണ്. പിന്നെന്ത് ചെയ്യും? അപ്പോൾ ഇങ്ങനെ ഒരു തോട്ട് ഇവരുടെ കിടക്കുന്നത് കൊണ്ട് ഇവരിതിനെ എന്ത് വില കൊടുത്തും ഡിഫെൻഡ് ചെയ്യുക എന്നൊരു സ്ട്രാറ്റജി എടുത്തിട്ടാണ് അല്ലേ. ഇപ്പം ഞാനിപ്പോൾ ആ ഒരു സർക്കിളിൽ നിന്ന് വന്ന ആളാണ്. ഇപ്പം നമ്മൾ ഇതേപോലെ അബ്ദുൽ അബ്ബാസിൽ എവിടെയായിരുന്നു ഉണ്ടായിരുന്നു, അവിടെ തന്നെയായിരുന്നു. ഇതിനേക്കാൾ മികച്ച രീതിയിൽ നമ്മൾ ഇതിനൊക്കെ ഡിഫെൻഡ് ചെയ്ത് നടന്നിരുന്ന ആളാണ്. സോഷ്യൽ മീഡിയ എന്നില്ലാത്തതുകൊണ്ട് നമ്മളത് പച്ചയ്ക്ക് അങ്ങനെ പറഞ്ഞു നടന്നിട്ടില്ല. പക്ഷേ നമ്മുടെ സർക്കിൾസിൽ ഇപ്പം ഹോമിയോ ഡോക്ടറായിട്ട് ഇരിക്കുന്ന സമയത്താണെങ്കിലും അതിനുശേഷം നമ്മൾ ഉണ്ടായിരുന്ന മറ്റ് പൊസിഷനിലാണെങ്കിലും അവിടെയൊക്കെ നമ്മൾ എൻകൗണ്ടർ ചെയ്യുന്ന ആളുകളുമായിട്ട് നമ്മളിത് പറയും, മതം പ്രചരിപ്പിക്കുക, ആളുകളിലേക്ക് കൊണ്ടുപോകുക. ഞാൻ കാരണം മതത്തിലേക്ക് വന്ന ആളുകളുണ്ട്, പിന്നെ അതുകൂടാതെ കഷ്ടിച്ച് രക്ഷപ്പെട്ട ആളുണ്ട്. അയാൾ രക്ഷപ്പെട്ടത് വേറൊരു കാരണം കൊണ്ടാണ്, മറ്റേ സുന്നത്ത് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അത് പേടിച്ച് പുള്ളി ഓടി. ഈ വാഴ സിനിമയ്ക്കകത്ത് സീനുണ്ട്, 18 വയസ്സാവുന്നതിന് മുമ്പ്, അല്ല 18 വയസ്സായ പയ്യനെ ഒരു സുന്നത്ത് ചെയ്യാനായിട്ട് ഓടിച്ചിട്ട് പിടിക്കുന്ന ഒരു സീനുണ്ട്, നല്ല രസം. കോഴിയെ പിടിക്കണം. അല്ല, അപ്പം ഇങ്ങനെയൊക്കെ വന്നിട്ടുള്ളൊരു ഭൂതകാലം നമുക്കുള്ളതുകൊണ്ട് നമുക്ക് നമ്മളുടെ മുന്നിൽ കൂടെ പോകുന്ന സാധനം അറിയാം. ഇപ്പം നമ്മൾ മെഡിക്കൽ കോളേജിൽ നമ്മൾ ഈ ചെല്ലുമ്പോൾ ഫസ്റ്റ് ഇയറിൽ അനാറ്റമി പഠിക്കുന്നു. അപ്പോൾ അതിൽ ഡൈസെക്ഷൻ ഉണ്ട്. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ടേബിളിൽ മനുഷ്യ ശരീരം കിടത്തി കീറി മുറിക്കുമ്പോൾ അതിനകത്തെ സംഗതി കണ്ടിട്ട് നമ്മളിത് ഇത് സയൻസിൻ്റെ കാര്യങ്ങളായിട്ടോ അല്ലെങ്കിൽ ഹ്യൂമൻ എവല്യൂഷൻ്റെ സംഭവം ഇതൊന്നും അല്ല നമ്മൾ മനസ്സിലാക്കിയത്. ഞാൻ പറഞ്ഞിരുന്നത് അൽഹംദുലില്ലാ മാഷാ അല്ലാഹ് ഒരു സൃഷ്ടി എങ്ങനെയാണ് നമ്മൾ പറയാ. അത് ഞാനും അങ്ങനെയായിരുന്നു. ഇതൊരു ഡിഫോൾട്ട് പൊസിഷനാണ് നമ്മളുടെ ഒരു സാധാരണ ഇങ്ങനെയുള്ള ഒരു ഡോമിനൻ്റ് ഒരു മതം കൂടുതലുള്ള ഒരു സമൂഹത്തിൽ ഏത് വിശ്വാസിയും ഏത് മതത്തിൻ്റെ വിശ്വാസിയാണെങ്കിലും സാധാരണ പറയുന്ന സാധനമാണ് ദൈവത്തിൻ്റെ ഒരു കാര്യമേ ഇങ്ങനെയല്ലേ ചിന്തിക്കുള്ളൂ, ഇങ്ങനെയാണ് വരിക. അപ്പോൾ ആ സാധനം അവിടെ ഉള്ളതുകൊണ്ട് അതിനപ്പുറത്തൊരു എക്സിസ്റ്റൻസ് ഉണ്ടെന്ന് നമ്മൾ ഒരിക്കലും ചിന്തിക്കുന്നില്ല. ഇതില്ലാത്തൊരു ലോകത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയില്ല. അപ്പോൾ നമ്മൾ പറയുന്നു, ഇപ്പം ഞാൻ പറയുന്ന കാര്യം കേൾക്കുമ്പോൾ അബ്ദുൽ അബ്ബാസിൽ ഇതേ സാധനം എടുത്ത് വായിക്കുമ്പോൾ അവരുടെ മനസ്സിലെന്താ വരിക, ഞങ്ങളാണ് ഇത് മനസ്സിലാക്കാതെ പോയ ആളുകൾ, അവർക്കിത് മനസ്സിലാവുന്നുണ്ട്, അതുകൊണ്ടാണ് അവർക്കിത് പിടികിട്ടുന്നത്, ഇതിൽ വിശ്വാസം ഉണ്ടാവുന്നത് മനസ്സിലായതുകൊണ്ടാണ്. നമുക്ക് മനസ്സിലാവാത്തതുകൊണ്ടാണ് വിശ്വാസം ഇല്ലാത്തത്. എനിക്കത് സ്റ്റിൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എനിക്ക് തോന്നുന്നു ബാസിലെ പോലെയുള്ള ആളുകൾ വിശ്വസിക്കുന്നതായിട്ട് അഭിനയിക്കുന്നു. അല്ലല്ല, ഇതൊരു ചെറിയ ക്ലിക്കിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ നമ്മൾ ഒരു സാധനമൊക്കെ ലോക്ക് ചെയ്യുമ്പോൾ ഒരു പോയിന്റിൽ അത് ക്ലിക്ക് വീഴില്ലേ, ആ ക്ലിക്ക് വിട്ടാലല്ല സാധനം ഊരി പോരുള്ളൂ എന്ന് പറഞ്ഞ പോലെ ഒരു പോയിന്റ് ഉണ്ട്. ആ പോയിന്റ് എന്ന് പറയുന്നത് ഒരു എന്താ നമ്മൾ അതിനാണ് ഈ ഫ്രീ തിങ്കിങ് എന്ന് പറയുന്നത്, പച്ചയ്ക്ക് പറഞ്ഞാൽ. അതായത് ബൗണ്ട് ഇല്ലാതെ അല്ല ആരിഫേ, ഈ ഫിലോസഫിക്കലി അല്ലെങ്കിൽ സ്പിരിച്വലി ഒക്കെ സ്റ്റേ ചെയ്ത് പോവാം അല്ലെ, ഒരു ദൈവം ഉണ്ടെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇപ്പം ഇസ്ലാം പോലെ അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റി പോലത്തെ ഇപ്പം സെമറ്റിക് റിലീജിയൻ്റെ ഒക്കെ ബുക്സ് അവർ ആദ്യം ബെസ്റ്റ് എക്സാമ്പിൾ നമ്മൾ പറയാറുണ്ട്. അത് നമ്മൾ ബാംഗ്ലൂർ ഡേയ്സ് സിനിമയിൽ കത്ത് വായിക്കുന്ന സീൻ, അതാണ് നമ്മൾ പറയാം. ഒരേ കത്ത് പലരും വായിക്കുന്നു, രണ്ടുപേരും വായിക്കുന്നു അല്ലേ. അതെ, അമ്മ വായിക്കുമ്പോൾ അച്ഛൻ എന്തോ വിഷമത്തിൽ പോയതാണ്. ഇതേ കത്ത് നമ്മളുടെ ദുൽഖർ സൽമാൻ വായിക്കുമ്പോൾ ഇത് അച്ഛൻ ഗോവയില് അടിച്ചു പൊളിച്ചോണ്ടിരിക്കുകയാണ്. എന്റെ മോനെ ഞാൻ കുറെ കാലമായിട്ട് അവിടെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ശരിയാണ്. ഞാൻ നമ്മൾ ചെറുപ്പത്തിൽ ഇതാണ് സംഭവം. അതാ ഞാൻ പറഞ്ഞ ആ ക്ലിക്ക് ഉണ്ടല്ലോ. നാമം ചൊല്ലും വീട്ടിലൊക്കെ, വൈകുന്നേരം സന്ധ്യക്ക് വിളക്ക് കൊളുത്തി വെച്ചിട്ട് നാമം ചൊല്ലുന്നൊരു പരിപാടി. അപ്പോൾ നമ്മൾ ഗോപസ്ത്രീകളുടെ തുകിലും വാരിക്കൊണ്ടരയാലിൻ കൊമ്പത്തിരുന്നോരോ ശീലക്കേടുകൾ കളിച്ചും ഭാവിക്കും നീലക്കാർ വർണ്ണ കണി കാണാൻ നമ്മൾ പാടും. അപ്പൊ ഇത് അമ്മൂമ്മയൊക്കെ ഇരുന്ന് പാടുക, അമ്മൂമ്മയും എല്ലാവരും ഇരുന്ന് പാടുക. അപ്പോൾ നമ്മൾ അതേപോലെ പരശുരാമൻ്റെ
പിന്നെ പരശുരാമനുണ്ട്, പിന്നെ ഗോവിന്ദ രാമ രാമ ഗോപാലകൃഷ്ണ, പിന്നെ പരശുരാമൻ ഇങ്ങനെ ഇത്ര ആൾക്കാരെ എണ്ണിക്കൊണ്ട് 61 പ്രാവശ്യം എണ്ണമില്ലാത്ത ക്ഷത്രിയ വംശത്തെ ദണ്ഡിപ്പിച്ച പരശുരാമാകൃതി കണ്ണിൽ കാണുമാറാകണം ഗോവിന്ദ എന്നൊക്കെ നമ്മൾ പാടും. ഈ ക്ഷത്രിയരെ കൊന്നതും ഇതൊക്കെ നമ്മളെന്തോ ഒരു വലിയ കാര്യമായിട്ട്, അതുപോലെ ഗോപസ്ത്രീകളുടെ തുണിയും വാരി പോയതും ഒക്കെ. എന്നാൽ ഇത് റിയൽ ലൈഫിൽ നമ്മുടെ മുമ്പിൽ ആരെങ്കിലും ഇത് ചെയ്താൽ നമ്മൾ അപ്പോഴതിനകത്ത് അനീതി കാണുകയും ഇത് ശരിയല്ല അവൻ്റെ പെടല് തിരിക്കും അല്ലേ നാട്ടിലാണെങ്കിൽ. അല്ല ഇതിപ്പോൾ പറയുമ്പോൾ പ്രശ്നമുണ്ട്, നമ്മൊന്ന് ബാലൻസ് ചെയ്ത് കളയാം. ഞങ്ങൾ വീട്ടിലുണ്ടായിരുന്ന സമയത്ത് രാവിലത്തെ നിസ്കാരമുണ്ട്. അപ്പോൾ നമ്മൾ പിള്ളേരായിരിക്കുമ്പോൾ അപ്പോൾ വാപ്പയാണ് ഇമാമ് നിൽക്കുക എന്ന് വെച്ചാൽ മുന്നിൽ നിൽക്കുക. അപ്പോൾ ഉമ്മ ഞങ്ങൾ രണ്ടുപേര് ബാക്കിലുണ്ടാവും. അപ്പോൾ വാപ്പ ഇങ്ങനെ നിന്ന് നിസ്കരിക്കുന്ന ഒരു സമയം. അപ്പോൾ ഖുർആൻ ഉറക്കെ ഓതണല്ലോ. അപ്പോൾ അതിൽ ഓതുന്നൊരു സൂറ ഇതാ വക്കായത്തിൽ വാക്കയ എന്നൊക്കെ പറഞ്ഞിങ്ങനെ അറബിയിൽ ഭയങ്കര ഇതായിട്ട് ഇങ്ങനെ ഓടും. ഇത് ഇപ്പോഴല്ലേ ഇതിൻ്റെ അർത്ഥം പിടികിട്ടേണ്ടത്. ഇതിനകത്ത് പറയുന്നത് സ്വർഗത്തിൽ ചെന്ന അവിടെ തൊടുത്ത മാർവിടമുള്ള സ്ത്രീകളുണ്ട്, എല്ലാവരും കൂടി ഇത് പ്രാർത്ഥിക്കുന്നതാണ്. അപ്പോൾ ഇതിങ്ങനെ വർണ്ണിക്കുകയാണ്, എക്സ്പ്ലിസിറ്റ്ലി വർണ്ണിക്കുകയാണ് അറബിയിൽ ചെയ്യുന്നത്. അപ്പോൾ ഇത് അറബി അറിയാതെ നമുക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന്. പക്ഷേ ഇന്ന് അറബി ഇന്നിപ്പോൾ ഒരാൾ മലയാളത്തിൽ നിന്നിട്ടാണ് ഇത് പറയണമെന്ന് വിചാരിച്ചു നോക്കിയേ. ഇതാണ് ഇപ്പം ഈ പറഞ്ഞത് പരിഭാഷ ചെയ്യാറ്. അല്ല ഇപ്പം ഹൈന്ദവ ശ്ലോകങ്ങളും പലതും സംസ്കൃതത്തിലാണല്ലോ, നമുക്ക് പലതും എൻ്റെ അർത്ഥം അറിയത്തില്ല. ഇപ്പം ഞാനൊക്കെ ഈ ലളിതാ സഹസ്രനാമം അങ്ങനത്തെ പ്രാർത്ഥനകളൊക്കെ സ്ഥിരം പ്രാർത്ഥിക്കുമായിരുന്നു. ഇപ്പം ഒന്നും അർത്ഥം അറിയത്തില്ല, വെറുതെ ഇങ്ങനെ ചൊല്ലുക. അത് നമ്മളതിൻ്റെ അർത്ഥം എടുത്ത് നോക്കുമ്പോൾ അതിനകത്ത് ദേവിയുടെ ശരീരം അവയവങ്ങളെയൊക്കെ തന്നെയാണ് വർണ്ണിച്ചിരിക്കുന്നത്. ഞാനിത് തിരിച്ചറിഞ്ഞ സമയത്ത് അപ്പോഴും ഭക്തനാണ്. അപ്പം എനിക്ക് ഭയങ്കര കുറ്റബോധം, ഇത് ചൊല്ലാമോ ചൊല്ലാതിരിക്കുമോ. നമ്മൾ സോഷ്യൽ മീഡിയയിൽ ചില ഹദീസിൻ്റെ അർത്ഥമൊക്കെ പേസ്റ്റ് ചെയ്യുമ്പോഴേ ഫേസ്ബുക്ക് അത് റിമൂവ് ചെയ്താളെ, കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ് വയലേഷൻ. ഞാൻ പറയും ഇത് ഞങ്ങളുടെ പുസ്തകത്തിലുള്ളതാണ്. അപ്പോൾ നമ്മളതിനകത്ത് വരും മീൻസ് റിവ്യൂ ഓപ്ഷൻ വരും, യു മിസ്അണ്ടർസ്റ്റുഡ് ദ പോസ്റ്റ്, the action was too harsh. ഇത് ഫേസ്ബുക്കിനുണ്ടോ മനസ്സിലാവും. This is God's own verses. അതെ, ഇത് കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ് വരാൻ പാടില്ല. അതാണ് സംഭവിക്കുന്നത്. അല്ല ഈ വാഴ സിനിമയിൽ നമ്മൾ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ പലതിനും വാഴ സിനിമയിൽ വാഴ സിനിമ ഈസ് ആക്ച്വലി ഇന്നത്തെ ഒരു യൂത്ത് എല്ലാവരും, ഇത് നമ്മുടെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും കണ്ടിട്ടില്ലെങ്കിൽ അത് കാണണമെന്നാണ് ഞാൻ പറയുന്നത്. സിനിമ ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടില്ലായിരിക്കാം, ബട്ട് അതിനകത്ത് ഒരുപാട് മെസ്സേജ് അവർ വളരെ സട്ടിലായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം എനിക്കത് നമ്മളാണ് അല്ലെ എസൻസ് ഗ്ലോബൽ, അതുപോലെ ആബി, നമ്മുടെ ടീമാണ് ഈ ആയുർവേദത്തിനെതിരെ ഏറ്റവും വലിയ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പം അരിഷ്ടം എനിക്ക് കഷായം ഇഷ്ടമില്ല, അരിഷ്ടം എനിക്കിഷ്ടമായിരുന്നു. കാരണം അരിഷ്ടത്തിനകത്തൊരു വൈനിൻ്റെ ഒരു എഫക്റ്റ് ഉണ്ട്. അപ്പം ഇതിനകത്തൊരു കഥാപാത്രം, ബിജുക്കുട്ടൻ്റെ കഥാപാത്രം സ്ഥിരമായി അരിഷ്ടം കഴിക്കുന്ന ആളാണ്. എന്നിട്ട് അയാൾ ഉപദേശിക്കുന്നത് നിങ്ങൾ മദ്യവും ലഹരിയൊന്നും കഴിക്കരുത്, അരിഷ്ടം കഴിക്കുക, ഇതാണ് ശരീരത്തിന് ഉത്തമമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ ഈ ക്യാരക്ടർ ഒരു സീരിയസ് സിറ്റുവേഷനിൽ പോകുന്നുണ്ട്. അപ്പം ആൾക്കാരിരുന്ന് നമ്മൾ ഈ കഥ പറയേണ്ടതെന്ന് കരുതിയാണ് ഞാനത് ഫുൾ ഇത് ചെയ്യാത്തത്. അപ്പോൾ അതിനകത്ത് അവരിങ്ങനെ സൈഡിലൊക്കെ നിന്ന് ഒരു തുള്ളി മദ്യം പോലും കഴിക്കാത്ത മനുഷ്യനായിരുന്നു, ലിവർ സിറോസിസ് വന്ന് തട്ടിപ്പോയി എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പം ഞാനോട് ഇതൊക്കെ സിനിമയിൽ വരാൻ തുടങ്ങി. നമ്മളിവിടെ സെമിനാർ നമ്മളിങ്ങനെ വീഡിയോയ്ക്കകത്ത് പറയുന്നു, അല്ലെങ്കിൽ പിന്നെ എസൻസിൻ്റെ ഹാളിലിരുന്ന് പറയുന്നു, പോഡ്കാസ്റ്റ് ചെയ്യുന്നു. അതൊക്കെ കൂടുതൽ ആളുകളിലേക്ക് എത്താൻ, ആളെ കൊല്ലുന്ന ആയുർവേദം എന്നൊക്കെ പറഞ്ഞു, അതൊക്കെ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ ഈ സിനിമയ്ക്ക് കഴിയുന്നു എന്നുള്ളത് ഒരു ഇതാണ്. പിന്നെ അതിനകത്ത് വേറൊരു സിനുണ്ട്, ഈ വിദ്യാലയങ്ങളിൽ ധാർമ്മികത. അപ്പം ഈ കുട്ടികൾക്കിവിടെ അവരുടെ മൂല്യങ്ങൾ, ഈ വിദ്യാർത്ഥികളിൽ മൂല്യങ്ങൾ സൃഷ്ടിക്കാൻ എന്ത് പദ്ധതികളാണ് ഇവിടെ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇവർ പറയാണ്, ടീച്ചേഴ്സ് പറയാണ്, ഇവിടെ എല്ലാ മതവിശ്വാസികൾക്കും പ്രാർത്ഥിക്കാൻ അവരുടേതായിട്ടുള്ള പ്രാർത്ഥനാ മുറികളുണ്ട്. അപ്പോൾ അതിനകത്ത് അൽഫോൺസ് പുത്രൻ്റെ പോലീസ് കഥാപാത്രം പറയുന്നു, ആ വിദ്യാലയത്തിൽ മതം പഠിക്കാനാണ് വല്ല മദ്രസയിലും പള്ളിയിലും പോട്ടെ, ഇത് വിദ്യാലയമാണ്, ഇവിടെ കുട്ടികളെ അവരുടെ വ്യക്തിത്വ വികാസത്തിന് ഉതകുന്ന കാര്യങ്ങളാണ് വേണ്ടത്, അല്ലാതെ പ്രാർത്ഥനാലയങ്ങളല്ല വേണ്ടത്. അതേപോലെ ഇപ്പം അത് മയക്കുമരുന്നുമായിട്ട് ബന്ധപ്പെട്ട ഒരു സീനാണത്. അപ്പോൾ നമ്മുടെ കലാലയങ്ങളിലൊക്കെ മയക്കുമരുന്ന് കൂടുതലാവുന്നത് എന്തുകൊണ്ടാണ് കുട്ടികൾ ഇതിലേക്ക് പോകുന്നതെന്നും ഒക്കെ ആ സിനിമയിൽ കൂടെ അവർ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ദാറ്റ്സ് റിയലി എന്നാ പറയുന്നത്, അതൊരു വലിയൊരു സോഷ്യൽ മെസ്സേജ് കുട്ടികൾക്ക് കൊടുക്കാൻ സാധിക്കുന്ന ഒരു സിനിമയാണ്. ഒരു റാഡിക്കൽ ഒരു ഷിഫ്റ്റ് പോലെ ഉണ്ട് അല്ലേ അങ്ങനത്തെ കാര്യങ്ങൾ. ഈ ഒരു സംഭവം പറയുമ്പോഴേ KT ജലീൽ പണ്ടൊരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ട് കുടുങ്ങിയത് ഓർക്കുന്നുണ്ടോ? മയക്കുമരുന്ന് കേസുകൾ നമ്മുടെ നാട്ടിൽ പിടിക്കപ്പെടുന്നു ഒരുപാട്, അതിൽ കൂടുതൽ മുസ്ലിങ്ങളാണ്. അപ്പോൾ അത് മറികടക്കാൻ നമ്മൾ കൂടുതൽ
മത അധ്യാപനം അവർക്ക് കൊടുക്കണം എന്നാണ് പറഞ്ഞത്. ഏറ്റവും വലിയ മതാധ്യാപനം നടത്തുന്ന താലിബാനാണ് ഏറ്റവും കൂടുതൽ കഞ്ചാവ് കഴിച്ചത്. അതുപോലെ ഇപ്പം നമ്മളുടെ ഈ യമനിൽ ഹൂത്തികളുടെ ഒരു ചിത്രം നിങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാത്തിൻ്റെ ഇവിടെ ഒരു ഉണ്ട കാണാം, ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്. അത് അവർ ഈ ഘാട്ട് ലീഫ് എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്, അതിങ്ങനെ ചവച്ച് പിടിക്കുക, അതൊരു ലഹരിയാണ്. അപ്പോൾ ഈ ടീമിനോട് വർത്താനം പോലും പറയാൻ പറ്റില്ല എന്ന് പറയുന്നത് ലഹരിയാണ്. അതെ, മതവും ഇതും ഭീകരം. അപ്പോൾ ഇത് വെച്ചാണ് ഈ ഹൂത്തികൾ വെടിവെക്കാൻ പോണത്. എന്ന് വെച്ചാൽ അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമായി ഇതിങ്ങനെ ഭയങ്കര കച്ചവടം. അത് ഈ ഇല ചുരുട്ടി ഇങ്ങനെ വായനകത്ത് വെച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഒന്ന് ആലോചിക്കുക, ഇപ്പോൾ KT ജലീൽ ഒരു MLA ആയിട്ടുള്ള ഒരാളാണ് അല്ലേ. ഇപ്പോൾ ജെനുവിനായിട്ടൊരു പ്രോബ്ലം ആൾ ഐഡൻറ്റിഫൈ ചെയ്തു, മയക്കുമരുന്ന്, അതിനകത്ത് ഒരു പ്രത്യേക സമുദായത്തിൽപ്പെട്ടുള്ള ആളുകൾ ഏതും ആയിക്കോട്ടെ, ഏതായാലും ഇപ്പോൾ ഹിന്ദുക്കളാണ് കൂടുതൽ ഇതിനകത്ത് പിടിക്കപ്പെട്ടെന്ന് ആൾ പറഞ്ഞു കണ്ടെത്തുന്നു. എന്തായിരിക്കും അയാൾ കൊടുക്കുന്ന ഉത്തരം? ഞാൻ ഇതിനകത്ത് ഒരു പോയിന്റ് പറയട്ടെ. ഈ ഇപ്പം മുസ്ലിം കുട്ടികൾ കൂടുതലായിട്ട് മയക്കുമരുന്ന് അല്ലെങ്കിൽ ഇങ്ങനത്തെ മോറൽ ട്രാഫിക്കിങ് ഇതിനകത്തൊക്കെ വരുന്നു എന്ന് ഇങ്ങനെ പറയുന്ന പല ആൾക്കാർ. ഇതിൻ്റെ ഒരു കാര്യം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, ഇപ്പം മുസ്ലിംസ് കൂടുതലുള്ള സ്ഥലങ്ങളിലെല്ലാം ഒരു വീട്ടിൽ ഒരുപാട് കുട്ടികളുണ്ട്, രണ്ടിൽ കൂടുതൽ 3 കൂടുതൽ കുട്ടികളുണ്ട്. പലരെയും ഇവർക്ക് ശ്രദ്ധിക്കാൻ, അപ്പം ആ ശ്രദ്ധ കുട്ടികളിലേക്ക് കൊടുക്കുന്നത് കുറഞ്ഞു പോകുന്നു. ബാപ്പ കൂടുതൽ ബിസിനസ് കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നു. ഉമ്മമാർ ഇവരെ കൂടുതൽ താലോലിച്ച് വളർത്തുന്നു. അതേപോലെ തന്നെ ഗൾഫിൽ പോകുന്ന ഉപ്പയും ഉമ്മയും പിരിഞ്ഞ് നിൽക്കുന്നത്, അതായത് 2 പേരൻറ്റും ഇല്ല ഒരുമിച്ച്, അങ്ങനെ ഇല്ലാത്ത ഒരുപാട് കുടുംബങ്ങൾ. അതേസമയം ക്രിസ്ത്യൻ ഫാമിലി അല്ലെങ്കിൽ ഹിന്ദു ഫാമിലിയിലൊക്കെ കുറച്ചും കൂടെ മൈക്രോ ഫാമിലീസാണ്. കാരണം അവിടെയും കഞ്ചാവ് ഉപയോഗിക്കുന്ന ആൾക്കാർ ആരും ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. എങ്കിലും എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ഒരു പേരൻസിൻ്റെ കെയറും ശ്രദ്ധയും പിന്നെ എഡ്യൂക്കേഷൻ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറായിട്ട് എല്ലാവരും കാണുന്നു. ആരും എനിക്ക് തോന്നുന്നു മുസ്ലിംസ് കൂടുതൽ ബിസിനസ് കച്ചവടം ചെയ്യാം, അല്ലെങ്കിൽ പഠിത്തത്തിനേക്കാൾ കൂടുതൽ ഇപ്പം കുറേ മാറ്റം വന്നിട്ടുണ്ട്, മാറിയിട്ടില്ല എന്നല്ല പറയുന്നത്. പക്ഷേ എങ്കിലും കൂടുതൽ പഠിത്തത്തേക്കാൾ കൂടുതൽ കച്ചവടത്തിനൊക്കെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അവർ ആ ഒരു അക്കാഡമിക് ഫോക്കസ് ഇല്ല. പിന്നെ ഇപ്പോൾ സ്കൂളിലൊക്കെ തന്നെ എനിക്കറിയാവുന്നൊരു സ്കൂളുണ്ട്, അപ്പോൾ അവിടെ തന്നെ ഏറ്റവും കൂടുതൽ ഈ പ്രശ്നങ്ങളുണ്ടാകുന്നത് മുസ്ലിം കുട്ടികളിൽ നിന്നാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രധാന കാരണമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഒരു പേരൻറ്റിങ്ങിനകത്ത് പിന്നെ ഈ മദ്രസയിലും ഒക്കെ വിടുന്നു. അത് അപ്പോൾ വേറൊരു കാര്യമുണ്ടോ, അതായത് ഇപ്പോൾ കച്ചവടം ചെയ്യുന്നത് ഒരു നല്ല കാര്യമാണ്, അത് നല്ല കാര്യമാണ്. ഈ കുട്ടികൾക്ക് അത് ചെയ്യാനുള്ളൊരു ത്വര ഉണ്ടാവുന്നുണ്ട്. പക്ഷേ ഈ ഒരു സംഭവം ഉണ്ടല്ലോ, എന്തൊക്കെ തരം കച്ചവടങ്ങൾ ചെയ്യാം, ഏർപ്പെടാം, അതിൻ്റെ നിയമവശങ്ങൾ ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് ഒരാളൊരു കച്ചവടത്തിന് ഇറങ്ങുന്നതും പൈസ ഉണ്ടാക്കാനുള്ള വഴിയാണ് കച്ചവടം, അതെന്ത് വഴി എന്ന് മാത്രം ആലോചിച്ചിട്ട് കച്ചവടത്തിന് ഇറങ്ങുന്നതും തമ്മിലൊരു വ്യത്യാസമില്ലേ? എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പം നമ്മളും ഈ പറഞ്ഞ പോലെ ആ ഒരു പ്രായത്തിൽ, ഈ ഒരു എൻ്റെ ഒരു ഏർലി 30s എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കുറേ ആൾക്കാരെ ഞാൻ മീറ്റ് ചെയ്യാൻ ഇട വന്നിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഈ സ്വർണ്ണത്തിൻ്റെ പരിപാടിയായിട്ടും ഒക്കെ നടക്കുന്നതാണ്. അപ്പോൾ നമ്മൾ അവരെ കാണുമ്പോൾ ഞാൻ അവരോട് ചോദിക്കാറുണ്ട്, ഇത് ശരിയാണോ ഇങ്ങനെ ചെയ്യുന്നതെന്നുള്ളത്. ഇതുപോലെ ഈവൻ നമ്മുടെ ഹവാല അതൊക്കെ ചെയ്യുന്ന ആളുകളെ പരിചയം. ഹവാല മെയിൻ ഇതാണ്. അതെനിക്ക് തോന്നുന്നു ഇപ്പം സ്വർണ്ണക്കടത്ത് നമ്മൾ ധാർമ്മികമായിട്ട് അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ്റിൽ നിന്ന് നോക്കുമ്പോഴാണ് അത് ഒരു പ്രശ്നം. അതെ, ഗവൺമെൻറ്റിനെ അങ്ങ് നമ്മൾ പരിഗണിക്കുന്നില്ല. അല്ല, ഗവൺമെൻറ്റിനെ നമ്മുടെ ഒരു ഗവൺമെൻറ് അല്ല, അല്ലെങ്കിൽ ആ ഗവൺമെൻറ്റിൻ്റെ നിയമ സംവിധാനങ്ങളിൽ നമുക്ക് വിശ്വാസമില്ല. അപ്പോൾ പിന്നെ അതൊരു പ്രശ്നമല്ലല്ലോ. കാരണം നമ്മളൊരു സ്വർണം എന്ന് പറയുന്ന ഒരു സാധനം കച്ചവടം ചെയ്യുന്നു, നിങ്ങളെന്തിനാ നമ്മുടെ ടാക്സ്? പ്രവീൺ കഷ്ടപ്പെട്ട് പറയണ്ട, അത് ഫത്വ ഉണ്ട്. അതായത് അതൊരു ഫത്വ, അതിൻ്റെ വെബ്സൈറ്റുകളുണ്ട് ഇതുപോലെ ഫത്വകൾ ക്രോഡീകരിച്ച് വെച്ചിട്ടുള്ളത്. അതിലൊരു ചോദ്യം ഇതാ, അതായത് നമ്മളുടെ എനിക്ക് തോന്നുന്നു ബംഗ്ലാദേശ്, വെസ്റ്റ് ബംഗാൾ ആ ബോർഡറിലാണ് ഈ പ്രശ്നം നടക്കുന്നത്. അപ്പോൾ പശു ഇറച്ചി ഇവിടെ പറ്റില്ല, അതേസമയം ബംഗ്ലാദേശിൽ അത് കിട്ടും. അപ്പോൾ അത് ഇങ്ങനെ നമുക്ക് പെരുന്നാളിനൊക്കെ അറക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇറച്ചിയായിട്ടൊക്കെ കിട്ടുമ്പോൾ സ്മഗിൾ ചെയ്ത മീറ്റാണ്. അത് ഹലാലാണോ ഹറാമാണോ എന്നാണ് ചോദ്യം. ഓക്കെ, അതിന് കൊടുക്കുന്ന ഉത്തരം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പശു നമുക്ക് ഹറാമല്ല. ഓക്കെ, അത് അങ്ങനെ ആയതുകൊണ്ട്, അതായത് ആ പ്രോപ്പർട്ടി അല്ലെങ്കിൽ എന്താണോ ആ സാധനം അത് ഇൻഹറൻ്റ്ലി ഹറാമല്ലാത്തതുകൊണ്ട് അതിന് നിങ്ങളുടെ മാർക്കറ്റിലെത്തിയാൽ അത് വാങ്ങി നിങ്ങൾ ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല. ഇതാണ് അതിൻ്റെ ഫത്വ. ഇനി ഇത് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത്, കടത്തുന്ന സമയത്ത് നിങ്ങൾ പിടിക്കപ്പെടാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അത് നിങ്ങളുടെ റിസ്കിൽ നിങ്ങൾ ചെയ്യുക. ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം അതാണ് KT ജലീൽ ഇത് പറയുമ്പോൾ, സ്വർണം കടത്ത് എന്ന് പറയുമ്പോൾ നമുക്ക് പ്രശ്നമാണ് നിയമത്തിൻ്റെ കണ്ണിൽ കൂടെ നോക്കുമ്പോൾ. പക്ഷേ ഈ പറഞ്ഞ മതത്തിൻ്റെ കണ്ണിൽ കൂടെ നോക്കുമ്പോൾ അവിടെ അവർ ഈ ഹലാൽ ഹറാം എന്നുള്ളൊരു കാറ്റഗറൈസ് കൊടുക്കുമ്പോൾ അത് ഹലാലാണ്. കാരണം സ്വർണം ഹലാലാണ്,
അപ്പോൾ പിന്നെ ഞാൻ അന്ന് നമ്മളൊരു വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ ചെയ്തു. ഞാൻ ചോദിച്ചു, ജലീൽ ഈ സാധനം മതം പഠിപ്പിച്ചിട്ട് ശരിയാക്കണം എന്നാണ് പറഞ്ഞത്. ജലീൽ ഇതിന് മതം പഠിപ്പിക്കാൻ പോയാലുണ്ടല്ലോ സ്വർണ്ണക്കടത്ത് കൂടെ കൂടുക ചെയ്യുക. ഇതാണ് അന്ന് ഞാൻ എൻ്റെ വീഡിയോയിൽ പറഞ്ഞ കാര്യം അതാണ്. കാരണം ഇന്നിപ്പോൾ ഇതാർക്കും അറിയില്ല. ഇപ്പോൾ ഇത് ചെയ്യുന്ന ആളും മനസ്സില്ലാ മനസ്സോടെയൊക്കെ ആയിരിക്കും പലപ്പോഴും ചെയ്യുന്നുണ്ടാവുക. എന്ന് വെച്ചാൽ ഇതെന്തോ തെറ്റാണെന്നൊക്കെ വിചാരിച്ചിട്ട്, പിടിച്ചാൽ കുഴപ്പമാണ്, സ്വർഗം കിട്ടൂല, ഇതൊക്കെ വിചാരിച്ചായിരിക്കും അവർ ചെയ്യുന്നുണ്ടാവുക. മതം പഠിപ്പിച്ചാൽ എന്താ ഉണ്ടാവുക, ഇതിവിടെ മാത്രമേ കുഴപ്പമുള്ളൂ, അവിടെ പ്രശ്നമൊന്നുമില്ല എന്ന് വന്നു കഴിയുമ്പോൾ ഇത് പിന്നെ ആര് ചെയ്യല്ലേ ചെയ്യുക. ഇതാണ് ഇതിൽ സംഭവിക്കുന്നത്. ഇതിപ്പോൾ ഈ താലിബാൻ്റെ വിഷയം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ലഹരിയുടെ കാര്യം പറഞ്ഞു, അവിടെ ഈ ചോദ്യം അവരുടെ മുന്നിൽ വന്നിട്ടുണ്ട്. മദ്യം ഉപയോഗിക്കുന്നത് കുറവും മറ്റ് ലഹരികൾ, പുകയില, ഇപ്പം ഞാൻ അറബികളൊക്കെ നമ്മൾ സ്ഥിരം അറബ്സുമായിട്ട് പുകയില നല്ലപോലെ ഉപയോഗിക്കില്ലായിരുന്നു. സിഗരറ്റ് സ്മോക്കിംഗ് ഈസ് വെരി കോമൺ അറബ്സിൻ്റെ ഇടയിൽ. പക്ഷെ മദ്യപാനം വളരെ കുറവാണ്. അപ്പോൾ എനിക്ക് തോന്നി മദ്യം ഹറാമാക്കിയിരിക്കുന്നത് കൊണ്ട് അവർ മറ്റ് ലഹരിയിലേക്ക് പോകുന്നതാണോ? അതാണ് അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അതായത് ഇപ്പോൾ ഇസ്ലാമിൽ മദ്യത്തിൻ്റെ ഒരു ഇത് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു സാധനം ഇല്ലാത്തൊരു സാധനം വെച്ച് നമ്മൾ ഇസ്ലാമിനെ പറയുന്നുണ്ടെങ്കിൽ, ഇസ്ലാം ഒരു ഇപ്പം ചോദിക്കുമല്ലോ മതത്തിൽ നല്ലതുണ്ടെങ്കിൽ എടുത്തൂടെ എന്ന് ചോദിക്കാറില്ലേ, അങ്ങനെ എടുക്കുന്ന ഒരു സാധനമാണ് ഞാനിത്. ഇസ്ലാമിൽ മദ്യത്തിനെതിരെയുള്ള ഒരു സാധനം. എന്നാൽ സത്യത്തിൽ അങ്ങനെ ഒരു നിലപാടുണ്ടോ ഇസ്ലാമിൽ എന്ന് ചോദിച്ചില്ല. അതാണ് ഇതിലെ കാര്യം. അതായത് ഇല്ലാത്തൊരു സാധനം വെച്ച് നമ്മൾ ഉണ്ടെന്ന് സ്ഥാപിച്ച്, കാരണം എൻ്റെ ലക്ഷ്യം എന്താ, അങ്ങനെയെങ്കിലും ആൾക്കാർ കള്ളു കുടിക്കാതിരുന്നോട്ടെ എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. സത്യത്തിൽ ഒരു മദ്യം എന്ന നിലയ്ക്ക് ഇസ്ലാമിലൊരു ലഹരിയായിട്ട് ഇതിനെ പറയുന്നില്ല. അങ്ങനെ ഒരു കൺസെപ്റ്റിലല്ല ഇത് ലഹരി. ഇതിന് അറബ്സൊക്കെ വളരെ അത് ഞാൻ പറഞ്ഞുതരാം. അതിന് പറഞ്ഞുതരാം. അപ്പോൾ ഇതിന് പല ഘട്ടങ്ങളിലൂടെ പോയിട്ടൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ നിങ്ങൾ ഇവിടെ കുടിക്കാതിരുന്നാൽ അവിടെ പോയിട്ട് കുടിക്കാമെന്നാണ് പറയുന്നത്. അതാണ് അതിലൊരു കാര്യം. ഇനി ചില കണ്ടീഷൻസിൽ പറയുന്നുണ്ട് കള്ള് കുടിക്കരുതെന്ന്, അതുകൊണ്ടാണത് കുടിക്കാത്തത്. എന്നാൽ ഈ എന്തുകൊണ്ട് കുടിക്കരുത് എന്ന് പറയുന്നതിനുള്ള റീസൺ പറയുന്നിടത്താണ് ഇതിൻ്റെ പ്രശ്നം കിടക്കുന്നത്. ഇൻടോക്സിക്കേഷനാണ് ഇതിൻ്റെ റീസൺ. അപ്പോൾ ഇതിൽ പറയുന്നത് ഇപ്പോൾ നബീദ് പോലുള്ള സാധനങ്ങൾ കുടിക്കാമെന്നാണ് പറയാം. കുടിക്കും. അപ്പോൾ നബീദ് എന്ന് പറഞ്ഞാൽ അത് മുഹമ്മദ് നബി കുടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് എം അക്ബർ പറഞ്ഞ് പുലിവാല് പിടിച്ചതാണ്. നബീദ് എന്ന് പറഞ്ഞാൽ ഒരു പാർഷ്യലി ഫെർമെൻറ്റഡ് ആയിട്ടുള്ളൊരു സാധനം. അപ്പോൾ നമ്മൾ പറയാറുണ്ടല്ലോ, അതായത് ഡോസ് മേക്സ് ദ പോയ്സൺ എന്ന് പറഞ്ഞ മാതിരി ഒരു പാനീയത്തിൽ എത്ര ആൽക്കഹോളിൻ്റെ കണ്ടൻറ്റ് ഉണ്ട് എന്നുള്ളതിനനുസരിച്ചിട്ടാണ് അതിൻ്റെ ഇൻടോക്സിക്കേഷൻ വരിക. ഇപ്പോൾ മുന്തിരി ജ്യൂസ് നമ്മൾ എടുത്തു, മുന്തിരി ജ്യൂസ് എടുത്ത് ഒരു 10 മണിക്കൂർ വെച്ചു എന്ന് വിചാരിക്കാം, അതിനകത്തും ഉണ്ടാവും ചെറിയ തോതിലുള്ള ആൽക്കഹോൾ. പക്ഷെ അത് കഴിച്ച ഇൻടോക്സിക്കേഷൻ ഉണ്ടാവില്ല. പക്ഷെ അതൊരു 2 ആഴ്ച വെച്ചിട്ടാണ് നമ്മൾ കുടിക്കണമെങ്കിലോ, അപ്പോൾ അതിൻ്റെ ഇൻടോക്സിക്കേഷൻ സാധ്യത കൂടി, കാരണം അതിൽ ആൽക്കഹോളിൻ്റെ അളവ് കൂടി. അപ്പോൾ ഇതിൽ സംഭവിക്കണം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ, ഇൻടോക്സിക്കേഷൻ ഉണ്ടാക്കുന്നത് കൊണ്ടാണ് ഈ സാധനം ഉപയോഗിക്കരുതെന്ന് പറയുന്നത്. അപ്പോൾ ഇവരെല്ലാം അളക്കുന്നത് അങ്ങനെയാണ്, ഇൻടോക്സിക്കേഷൻ വെച്ചിട്ടാണ്. അപ്പോൾ പുകയിലയും അതുപോലുള്ള സാധനങ്ങളുടെയും പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഇൻടോക്സിക്കേഷനും ഇതുകൊണ്ടുണ്ടാക്കുന്ന ഇൻടോക്സിക്കേഷൻ രണ്ട് തലത്തിലാണ്. അപ്പോൾ ഇത് മനസ്സിലാവില്ല. രണ്ടുമുണ്ട്. അതായത് ഹെൽത്ത് വൈസ് ആണെങ്കിൽ നമ്മൾ നോക്കുക കൂടുതൽ പ്രശ്നം പുകയിലാണ്. രണ്ടും പ്രശ്നമാണ്, കൂടുതൽ പ്രശ്നം അതാണ്. പക്ഷേ ഇവരെ ഇൻടോക്സിക്കേഷൻ മാത്രം വെച്ചിട്ടാണ് ഇതിനെ അളക്കുന്നത്. അവിടെയാണ് ഇതിൻ്റെ പ്രശ്നം. ഇതുകൊണ്ടൊക്കെയാണ് നമ്മൾ പറയുന്നത് ഈ സാധനം ഒന്നും ഒരു ദൈവം ഉണ്ടാക്കിയതല്ല. കാരണം നമ്മളിപ്പോൾ ഒരു അന്നത്തെ ഒരു അറിവിൽ അതിൻ്റെ ഔട്ട്വേർഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് മാത്രം ഒരു നിയമം, അത്രേ ഉള്ളൂ. അതിനകത്ത് ഡെപ്ത് ഇല്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ നബീദ് കുടിക്കാന്ന് പറയുമ്പോൾ ഒരു ദിവസം മൂടി വെച്ച് കുടിച്ചു എന്നാണ് പറയുന്നത്, 1-2 ദിവസം. അതിൻ്റെ അർത്ഥം അതിനകത്ത് ഇൻടോക്സിക്കേഷൻ ഉണ്ടാക്കുന്നതിന് അളവിൽ കുറവ് ആൽക്കഹോളേ ഉള്ളൂ എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അതിൻ്റെ അർത്ഥം വെള്ളം ഒഴിച്ച് കുടിച്ചാൽ കുഴപ്പമില്ല എന്നാണ്. അപ്പം ഒരു 3% ഒക്കെ ഉള്ളൊരു ബിയർ വേണേൽ കുടിക്കാം. അതെ, പറയാതെ കുടിക്കാം. അപ്പം ഇനിയിപ്പോൾ നബീദ് എന്ന് പേരിട്ട് ഒരു പ്രൊഡക്റ്റ് ഇറങ്ങിക്കഴിഞ്ഞാൽ അത് ഹിറ്റാവുമല്ലോ. ഹിറ്റാണ്, പലയിടത്തും ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ അറിവ്. അങ്ങനെ പലരും ചെയ്തിട്ടുണ്ട്. ഈ മറ്റേ നബി ചെയ്തത് ഫോളോ ചെയ്യുന്ന ഒരു പ്രോസസ് ഉണ്ടല്ലോ, അതിനെന്താ പറയാ, സുന്നത്ത്. അത് കുടിക്കും. അപ്പോൾ അത് സുന്നത്തായി മാറില്ലേ? സുന്നത്താവേണ്ടതാണ് അല്ലേ? അങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഇറങ്ങിക്കഴിഞ്ഞാൽ. അതെ അതെ. അപ്പം മറ്റൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി കൂടെ നമ്മളിപ്പോൾ ഇതാ നമ്മൾ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. പക്ഷെ നമ്മൾ പറയാ ആൽക്കഹോളിൻ്റെ ചെറിയ അളവ് പോലും ദോഷമാണ്. അത് പുരുഷന്മാരെക്കാൾ കൂടുതൽ ദോഷം സ്ത്രീകൾക്കാണ്, ചെറിയ അളവിൽ പോലും. അപ്പോൾ അത് കഴിയുന്ന ഒഴിവാക്കുക തന്നെയാണ് നല്ലത്. അതിൽ വിട്ടുവീഴ്ചയൊന്നുമില്ല. അതെ. അപ്പം നമ്മൾ വാഴ ടൂവിൽ വേറൊരു പോയിന്റ് എനിക്ക് തോന്നിയത്, ഇപ്പോൾ ഞാൻ അശ്വന്ത് കോക്കിൻ്റെ റിവ്യൂ ആണ്. അതിനകത്ത് പുള്ളിക്കാരൻ പറയുന്നത് സ്കൂളിനെ പറ്റി പറയുന്നുണ്ട്, കുട്ടികൾ പഠിച്ച സ്കൂളിനെ കുറിച്ച്. അപ്പോൾ സ്കൂള് ഒരു തല്ലിപ്പള്ളി സ്കൂള്, ഗവൺമെൻറ് സ്കൂള്.
നമ്മുടെ CBSE ഒന്നും അല്ല, അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് സ്കൂളൊന്നും അല്ല, ഒരു നാട്ടിൻപുറത്തെ സ്കൂള്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കണം, നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഈ ഒരു കൾച്ചറൽ ഡിസ്പാരിറ്റീസ് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ ഞാൻ ഗവൺമെൻറ് സ്കൂളിൽ പഠിച്ച ആളാണ്, എയ്ഡഡ് സ്കൂൾ പിന്നെ ഗവൺമെൻറ് സ്കൂൾ. അപ്പം നമ്മുടെയൊക്കെ നാട്ടിൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളും നമ്മളും ചില സാഹചര്യങ്ങളിൽ അടുത്തിടപഴകേണ്ടി വരും. അപ്പോൾ അവർ നമ്മളെ ഒരു മോശം ക്ലാസ് ഉള്ള ആളുകളായിട്ടാണ് അവരുടെ ഒരു പരിഗണന. അവർ കുറച്ച് കൂടിയ ടീമാണ്. നമ്മുടെ CBSE അന്ന് CBSE അല്ല, അവർ ഒരു സ്റ്റേറ്റ് സിലബസിൻ്റെ തന്നെ ഇംഗ്ലീഷ് മീഡിയം, എന്നിട്ടാണ് അത്രയും അതും കൂടിയത്. അപ്പോൾ ഞാൻ അവർക്ക് ഇപ്പോഴും ഞാൻ ആ സെൻറ്റൻസ് അശ്വന്തൊക്കെ പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുക, നമ്മൾ ബസ്സിൽ പോകുമ്പം ബസ്സിൽ നമ്മൾ ഈ സീറ്റിനൊക്കെ അടിയുണ്ടാക്കും നിൽക്കുന്നതിന്, അവിടെ നിൽക്കരുത്, ഇവിടെ നമ്മുടെ ഗ്യാങ് അവരുടെ ഗ്യാങ്. അപ്പോൾ അതിൽ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുന്നവരുത്തന്നെ ഒറ്റയ്ക്കാണ്. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ ഈ സ്ട്രീറ്റ് ഫൈറ്റ് കിഡ്സ് ആണല്ലോ. നമ്മൾ പോയിട്ട് നമ്മൾ നിൽക്കുന്നിടത്ത് ഇവൻ നിന്നാൽ നമ്മളിവനെ തള്ളിയ മുതൽ. അപ്പോൾ തന്നെ ഇവൻ പറഞ്ഞൊരു ഡയലോഗുണ്ട്, കുറേ ആയപ്പോഴത്തേനും ഇവനെ നമ്മളിങ്ങനെ അടിച്ചൊതുക്കി വിടുന്നതാണ്. നീയൊക്കെ വെറും ഗവൺമെൻറ് സ്കൂളിലെ കച്ചറ പിള്ളേരല്ല, എൻ്റെ അടുത്തൊന്നും നിൽക്കാൻ യോഗ്യത ഇല്ലാത്തവരാന്നൊക്കെ പറഞ്ഞ് അവന് ഡയലോഗ് അടിച്ചു. നമുക്ക് ഭയങ്കര ഫീൽ ചെയ്തു അന്നേരം. നീ ആരോടോ അപ്പം നമ്മൾ തിരിച്ച് തെറിയൊക്കെ പറഞ്ഞ് അതിനെ ഇത് ചെയ്തെങ്കിലും ഞാനത് പറയാൻ ഉദ്ദേശിച്ച പോയിൻ്റ് ഇതാണ്. നമ്മുടെ കേരളത്തിൽ വിദ്യാഭ്യാസം ഈ ഇടതുപക്ഷം പറയുന്ന ഭയങ്കര ഒരു സംഭവമാണ് കേരളത്തിൻ്റെ വിദ്യാഭ്യാസം എന്നൊക്കെ പറഞ്ഞാൽ. ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ വിദ്യാഭ്യാസ സിസ്റ്റം, എക്സിസ്റ്റിംഗ് സിസ്റ്റം, 2 തരം പൗരന്മാരെ സൃഷ്ടിക്കുന്ന ഒരു സിസ്റ്റമാണ്. അതിപ്പോഴും അങ്ങനെ തന്നെയാണ്, തുടരുകയാണ്. അതായത് ഇപ്പോൾ CBSE, എൻ്റെ മക്കളൊക്കെ CBSE പഠിക്കുന്നു, സ്റ്റേറ്റ് സിലബസിൽ കുറേ കുട്ടികൾ പഠിക്കുന്നുണ്ട്. അവർ പഠിക്കുന്നത് വേറൊരു സ്റ്റൈല്. അവരിടപഴകുന്ന ആളുകൾ ഒരു പ്രത്യേക ക്ലാസ്സിൽ നിന്ന് വരുന്ന ഒരു മിഡിൽ ക്ലാസ്, ലോവർ മിഡിൽ ക്ലാസ്, അതിനും താഴെയുള്ള ആളുകൾക്ക്. അതായത് പാവപ്പെട്ടവനെ പഠിക്കാൻ എയ്ഡഡ് സ്കൂളുകളും സർക്കാർ സ്കൂളുകളും, അല്പം പൈസ ഉള്ളവരെല്ലാം CBSEയിലും അല്ലെങ്കിൽ ICSEയിലും അതുപോലെ IB സിലബസിലും ഒക്കെ പോകും. അപ്പോൾ ഇവിടെ 2 തരത്തിലുള്ള പൗരന്മാരെ ചെറുപ്പത്തിലെ സൃഷ്ടിച്ചുകൊണ്ടാണ് മറ്റൊരു ജാതീയതയാണത്. അപ്പം ഇതിനെക്കുറിച്ച് എന്താണ് ആരിഫിൻ്റെ അഭിപ്രായം? എന്താണ് ഇതിന്? ഞാൻ മുന്നേ പറഞ്ഞിട്ടുള്ളതാണ് ഈ വിഷയം. അതായത് എൻ്റെ വീട്ടിൽ തന്നെ ഞാൻ ഫേസ് ചെയ്തിട്ടുള്ള, അതായത് ഞങ്ങൾ തൃശ്ശൂർ ഉണ്ടായിരുന്ന സമയത്ത് മാറി കോഴിക്കോട് ഇങ്ങനെ വന്ന് ട്രാൻസ്ഫറായി. അപ്പോൾ ഞാൻ 2 കണ്ട് പഠിക്കുക. അപ്പോൾ ആ സമയത്ത് അഡ്മിഷന് വേണ്ടി നോക്കുമ്പോൾ എനിക്ക് CBSE സ്കൂളിൽ കിട്ടി. അപ്പോൾ സിസ്റ്റർക്ക് അടുത്ത വർഷമേ കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ, ഒരു വർഷം വെയിറ്റ് ചെയ്യാമല്ലോ. അപ്പോൾ ആ ഒരു വർഷം ഒരു മലയാളം മീഡിയത്തെ കൊണ്ടുപോയി ചേർത്ത്, തൊട്ടടുത്തുള്ള ഒരു മലയാളം മീഡിയം ഗവൺമെൻറ് സ്കൂളിൽ. അപ്പോൾ പുള്ളിക്കാരിക്ക് അത് അവിടെ ഇങ്ങനെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ പുള്ളിക്കാരി തുടർന്ന് പിന്നെ 2ാം ക്ലാസ് മുതൽ 1 മുതൽ അവിടെയാണ് പഠിച്ചത് സിസ്റ്റർ. അപ്പോൾ ഞാൻ ഈ 2ാം ക്ലാസ് മുതൽ CBSE. അപ്പോൾ അപ്പോൾ ഞാൻ തന്നെ അന്ന് മുതൽ നമ്മൾ വീട്ടിൽ അങ്ങനെയാണ് എന്നുവെച്ചാൽ നമ്മൾ ഒരു ബ്രാഹ്മണൻ. ഇത് രസം എന്ന് വെച്ചാൽ നമുക്കൊരു 10% ഗ്രേസ് മാർക്കുണ്ട്. അതാണ് രസം. അതായത് ഇപ്പം എനിക്ക് 80% കിട്ടിയാൽ അത് സ്റ്റേറ്റ് സിലബസിൽ 90% കിട്ടിയതിന് തുല്യമാണ്. അങ്ങനെയൊക്കെയാണ് പറയാം. അപ്പോൾ മാർക്കൊക്കെ വരുമ്പോൾ എത്ര പെർസെൻറ്റേജ്? എനിക്ക് 80%. CBSE അവൻ CBSE പഠിച്ചിട്ട് കിട്ടി. അപ്പം ഇങ്ങനൊരു ക്ലാസ് ഡിവൈഡ് വീട്ടിൽ നമ്മൾ ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ അതൊക്കെ കഴിഞ്ഞ് +2 വരുമ്പോഴാണ് ഇതിൻ്റെ ഒരു വലിയൊരു അപകടം ഇരിക്കുന്നത്. കാരണം 10ാം ക്ലാസ് വരെ ഇങ്ങനെ പോകും, CBSE പരീക്ഷ എഴുതുന്നു, ഇവർ SSLC എഴുതുന്നു. അത് കഴിഞ്ഞിട്ട് വരുന്നത് ഒരു കോമൺ പൂളിലേക്കാണ്. അവിടെ പഠിക്കുന്നത് NCERTയുടെ ടെക്സ്റ്റ് ബുക്ക്, പിന്നെ എൻട്രൻസ് എക്സാം ആണെന്നുണ്ടെങ്കിൽ ഒരേ എൻട്രൻസ് എക്സാം, പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഒരു കോമൺ പൂളിലേക്കാണ് ഈ 2 സ്ട്രീമിൽ നിന്ന് വരുന്ന ആളുകൾ വരുന്നത്. അങ്ങനെ വരുന്നതുകൊണ്ടാണ് ഇതിൻ്റെ ഡിവൈഡ് അധികം കാലം നിലനിൽക്കാത്തത്. പക്ഷേ ഈ സ്കൂൾ തലത്തിലുണ്ടാകുന്ന ഈ ഒരു ഡിഫറൻസ് കൊണ്ടുണ്ടാകുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ കൾച്ചറലി ഒക്കെ ഡെവലപ്പ് ചെയ്യാനുള്ള ആ അവസരങ്ങൾ ഒരു വലിയ ജനറേഷൻ കുട്ടികൾക്ക് കിട്ടുന്നില്ല. കാരണം ആ സ്കൂളിലെ ലൈഫ് ഡിഫറെൻ്റ് തന്നെയാണ് പച്ചയ്ക്ക് പറഞ്ഞത്. ഇപ്പം ഞാൻ ഇപ്പോൾ ഇങ്ങനെ പല കാര്യങ്ങൾ പറയുന്നു, നമുക്കൊക്കെ ഒരു അഭിമാനത്തോടു കൂടി പറയാൻ പറ്റുന്ന കാര്യമാണ്. നമ്മളുടെയൊക്കെ ബാച്ചിൽ പഠിച്ച മിക്കവാറും കുട്ടികൾ ഈ രീതിയിൽ തന്നെയാണ് ചിന്തിക്കുന്നത്. കാരണം നമ്മളുടെ എക്സ്പോഷർ അങ്ങനെയായിരുന്നു. ആ ഒരു സ്റ്റാൻഡേർഡ്സ് നമുക്ക് എക്സ്പോസ്ഡ് ആവുമ്പോൾ നമ്മളും അതിനനുസരിച്ച് മുന്നോട്ട് വരും പല കാര്യങ്ങളിൽ. മറ്റേത് അങ്ങനെയല്ല. മറ്റേത് ഈ എന്താണ് നമ്മുടെ നെറ്റ്വർക്ക് ഒരു ദാരിദ്ര്യം കാണിച്ചിട്ട് കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്ന. ഞാനെപ്പോഴും ഈ ലക്ഷം വീട് കോളനി അല്ലെങ്കിൽ അതായത് പാവപ്പെട്ട ആൾക്കാരെ ഒരേ സാമ്പത്തിക അവസ്ഥയുള്ളവരെല്ലാം കൂടെ ഒരു ക്ലസ്റ്ററിലാക്കിയിടുക. അപ്പോൾ അവിടെ അവൻ കാണുന്നത് എല്ലാവരും രാവിലെ കൂലിപ്പണിക്ക് പോകുന്നു. അപ്പോൾ അവൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം നല്ലൊരു കൂലിപ്പണിക്കാരനാവുക. അപ്പം നമ്മുടെ ഈ നെറ്റ്വർക്ക്
നെറ്റ്വർക്കാണ് ബേസിക്കലി എല്ലാം. ഇപ്പോൾ നമ്മൾ എസൻസിൽ ഞാൻ എസൻസിൽ വരുന്നു, ഇപ്പോൾ ആരിഫ് എസൻസിൽ വന്നു, ഇങ്ങനെ എസൻസിൽ പല സ്ഥലത്തു നിന്ന് ആൾക്കാർ വരുന്നു, വിദ്യാഭ്യാസമുള്ള പല രീതിയിലുള്ള ആളുകൾ വരുന്നു. നമ്മുടെ ചിന്തകളിൽ മാറ്റം ഉണ്ടാകുന്നു, നമ്മൾ സംസാരിക്കുന്ന ലാംഗ്വേജ് മാറുന്നു, നമ്മൾ ചിന്തിക്കുന്ന രീതി മാറുന്നു, നമ്മൾ രാഷ്ട്രീയത്തെ മനസ്സിലാക്കുന്ന രീതി മാറുന്നു, നമ്മൾ ശാസ്ത്രത്തെ മനസ്സിലാക്കുന്ന രീതി മാറുന്നു, നമ്മൾ ദൈനംദിന ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളെ അനലൈസ് ചെയ്യുന്ന രീതി മാറുന്നു. അപ്പം ഇതുമായിട്ടൊന്നും ബന്ധമില്ലാത്ത നമ്മുടെ നേരത്തെ കൂട്ടുകാരുണ്ട്. അപ്പോൾ അവരുമായിട്ട് നമ്മൾ പിന്നെ സംസാരിക്കാൻ പോകുമ്പോൾ നമുക്ക് ഭയങ്കര ഗ്യാപ്സ് ഫീൽ ചെയ്യും. അവർ വേറെ ഒരു സെറ്റ് ഓഫ് തോട്ട്സിലായിരിക്കും നിൽക്കുക. അപ്പോൾ നമുക്കതുമായിട്ട് പിന്നെ കണക്ട് ചെയ്യാൻ പറ്റാതെ വരും. അപ്പം ഈ എല്ലാ മേഖലയിലും നമ്മൾ നന്നായിട്ട് പഠിക്കുന്നവരുടെ ഇപ്പോൾ കൂട്ടുസെറ്റാണ് ഓരോരുത്തരുടെ ഇത് തീരുമാനിക്കുന്നതെന്ന് പറയുന്നൊരു വലിയൊരു കാര്യമാണ്. കാരണം നമ്മളൊരു മോശം കൂട്ടുസെറ്റിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ അത് നമ്മുടെ ഭാവിയെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അത് ഈ വാഴ സിനിമയിലും അത് ഇതൊരു കൂട്ടെന്നുള്ളതിനേക്കാൾ ഉപരി അതായത് ബെറ്റർ ലൈഫ് എക്സ്പീരിയൻസസ് ആണ്. നെറ്റ്വർക്ക് കുറേ കൂടി വൈവിധ്യമുള്ള ഒരു എക്സ്പീരിയൻസ്. നമ്മൾ ഗൾഫിലൊക്കെ പോയപ്പോൾ നമുക്ക് കിട്ടിയൊരു ഓപ്പർച്യൂണിറ്റി എല്ലാവർക്കും, ഗൾഫിൽ പോകുന്നവർക്കും എല്ലാവർക്കും കിട്ടില്ല. കാരണം ഗൾഫിൽ ചെന്നിട്ട് നിങ്ങൾ മലയാളികൾ അതേ ആൾക്കാരുടെ കൂടെയാണ് താമസിക്കുകയും ജോലി ചെയ്യുന്നതെങ്കിൽ നമുക്ക് വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. അതേസമയം നമ്മൾ മൾട്ടി കൾച്ചറായിട്ടുള്ള ഇപ്പോൾ പല രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാരുമായിട്ട് ഇടപഴകാൻ പറ്റുന്നു. ഇപ്പം ഞാനിങ്ങനെ ഈ നമ്മൾ പിന്നെ ഇടയ്ക്കൊക്കെ പിന്നെ കഫറ്റേരിയയിലൊക്കെ പോയിട്ട് നമ്മളിങ്ങനെ ഇങ്ങനത്തെ കാര്യങ്ങൾ സംസാരിക്കും. അവരുടെ കൾച്ചർ എന്താണ്, അവരെങ്ങനെ ചിന്തിക്കുന്നു, അവർ രാഷ്ട്രീയം എങ്ങനെ കാണുന്നു, അവിടുത്തെ ഇതൊക്കെ മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിക്കുമ്പം നമ്മൾ അത്തരത്തിലുള്ള കോൺവെർസേഷനിൽ ഏർപ്പെടുകയും നമുക്കത് ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് കിട്ടുകയൊക്കെ ചെയ്യും. അപ്പം ഈ കൂടുതൽ എക്സ്പോഷർ കിട്ടാനുള്ള അവസരങ്ങൾ, നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യാനുള്ള അവസരങ്ങൾ ശരിക്കും ലിമിറ്റ് ചെയ്യുന്ന ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റമാണ് നമുക്കിവിടെ ഉള്ളത്. അതാണ് ഞാൻ പറഞ്ഞു അല്ലേ. ഭാഗ്യത്തിന് അത് +2 വരെ ഉള്ളൂ എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. +2 പക്ഷേ ഈ മലയാളം മീഡിയത്തിൽ നിന്ന് വരുന്ന ആളുകൾ ഫേസ് ചെയ്യുന്ന പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടുന്ന് അങ്ങോട്ട് പിന്നെ എല്ലാം പഠിക്കുന്നത് ഇംഗ്ലീഷിലാണ്, ഈ ടെക്സ്റ്റ് ബുക്സ് ഒക്കെ. അപ്പോൾ അനുഭവിച്ചല്ലേ. അപ്പോൾ എൻ്റെ പെങ്ങളൊക്കെ പറഞ്ഞത് ഞാൻ കേട്ടിട്ടുള്ള. കാരണം അവർക്കൊക്കെ ആദ്യത്തെ വർഷം ഫസ്റ്റ് ഇയർ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് പഠിക്കലാണ് മെയിൻ പണി. ഞാനിപ്പോഴും ആലോചിക്കുന്നത്, ഞാൻ 10ാം ക്ലാസ് വരെ ടെക്നിക്കൽ സ്കൂളിലാണ് പഠിച്ചത്. 8, 9, 10 ടെക്നിക്കൽ സ്കൂളിൽ പിന്നെ പോളിടെക്നിക്ക് അങ്ങനെയാണ് പോകേണ്ടത്. പക്ഷേ പ്രീ ഡിഗ്രിക്ക് പോയി. അപ്പോൾ പ്രീ ഡിഗ്രിക്ക് ചെന്ന് കയറും. അന്ന് പ്രീ ഡിഗ്രിയാണ്, +2 ആയിട്ടില്ല. പ്രീ ഡിഗ്രിക്ക് ചെന്ന് കയറും. ഞാൻ ഇപ്പോഴും ആലോചിക്കുന്നത്, ഫിസിക്സ് പഠിപ്പിക്കുക. ഫസ്റ്റ് പീരീഡ് ഫിസിക്സാണ്. ഫിസിക്സിൻ്റെ സാറ് ഇമ്മാനുവൽ സാറാണ്. പുള്ളി ഇൻസർട്ടൊക്കെ ചെയ്ത് ഇങ്ങനെ ആണെന്ന് വെച്ചാൽ ബോർഡിലൊക്കെ ഹീറ്റ് ആൻഡ് തെർമോഡൈനാമിക്സ് എന്നങ്ങ് എഴുതി. എന്നിട്ട് എന്തൊക്കെയോ പറഞ്ഞു. ഞങ്ങൾ കുറച്ച് പേര് ഇയാൾ എന്തൊക്കെയാണ് പറയുന്നത്, ഒരക്ഷരം മനസ്സിലാവുന്നില്ല. പുള്ളി അപ്പം ഞാൻ പറയാം, ടീച്ചിങ്ങിൻ്റെ വ്യത്യാസമുണ്ട്. ഹീ ഡോണ്ട് വാണ്ട് us ടു അണ്ടർസ്റ്റാൻഡ്. അല്ലെങ്കിൽ ഈ ഇരിക്കുന്ന ആളുകൾ ഞാൻ പറയുന്നത് മനസ്സിലാക്കിയോ എന്ന് മനസ്സിലാക്കേണ്ട കാര്യം ആ അധ്യാപകനില്ല. കോളേജ് പ്രീ ഡിഗ്രിക്ക് പഠിപ്പിക്കുന്ന അധ്യാപകർ മിക്കവരും തന്നെ അതവരുടെ ഒരു ജോലി പോലെ ചെയ്തു പോകുന്നു എന്നല്ലാതെ ഈ മുന്നിലിരിക്കുന്ന ഭാഷയും കൂടി പഠിപ്പിക്കേണ്ടി വരാന്ന് പറയുന്നത് ഒരു എക്സ്ട്രാ എഫേർട്ട് അല്ലേ. അതെ, അതാണ് ഇപ്പം ഞാനിതിൽ പറയുന്നത്. ഒന്ന്, ഈ ഗവൺമെൻറ് സ്കൂൾസ് ഇങ്ങനെ നടത്തുന്നത് പുനഃപരിശോധിക്കുക. ഇനി അത് നടത്തുകയാണെന്നുണ്ടെങ്കിൽ അത് ഇംഗ്ലീഷ് മീഡിയം ആക്കണം എന്നാണ് ഞാൻ പറയാം. ഏറ്റവും മിനിമം. മറ്റു ഫെസിലിറ്റീസൊക്കെ പോട്ടെ, അത് വരുന്ന സിലബസും എനിക്ക് തോന്നുന്നത് ഒരു മാറ്റേണ്ടതുണ്ട്. അതെ, ഇതിലിപ്പോൾ ഇംഗ്ലീഷ് ആക്കണമെന്ന് പറയാൻ കാരണം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ മെഡിക്കൽ പ്രൊഫഷണൽ ആയതുകൊണ്ട് പറയാണ്, അതിനകത്ത് ഈ പബ്ലിക്കേഷൻസ് വരും. ഇപ്പോൾ നമ്മൾ സാധാരണ പറഞ്ഞു കേട്ടിട്ടുണ്ട്, എന്താണ് ഇസ്ലാമിക് ഗോൾഡൻ ഏജ് എന്ന് പറയുന്ന ഒരു സാധനം കേട്ടിട്ടുണ്ട്. സത്യത്തിൽ അത് അറബിക് ഗോൾഡൻ ഏജ് ആയിരുന്നു. എന്നുവെച്ചാൽ ആ ഭാഷയാണ് അവിടെ വന്നിരിക്കുന്നത്, അല്ലാതെ എല്ലാം ഇസ്ലാമുമായിട്ട് കണക്ഷനൊന്നുമില്ല. ഇപ്പോൾ അറബി പേരിട്ട് ആരിഫ് ഹുസൈൻ എന്ന് പറഞ്ഞാൽ ഇസ്ലാം വെട്ടിയിട്ടും ആരിഫ് ഹുസൈൻ്റെ പേര് മുസ്ലിം. ഇത് ഈ അറബി പേരുകളെല്ലാം മുസ്ലിങ്ങളുടെ അങ്ങനെ ഒരു കണക്ഷൻ ഉണ്ട്. അതെല്ലാവരും ഉപയോഗിക്കും. അങ്ങനെ ഉപയോഗിച്ചാണ് അത് ഇസ്ലാമുമായിട്ട് കണക്ട് ആയത്. സത്യത്തിൽ അത് അറബിക് ഗോൾഡൻ ഏജ് ആയിരുന്നു. അവർ ഈ നമ്മൾ പറയുമല്ലോ, ഈ എക്സ്പാൻഷൻ നടത്തി, സാമ്രാജ്യത്വം അത് നടത്തുന്ന സമയത്ത് അവിടുന്ന് പലയിടത്തുനിന്ന് സാധനങ്ങൾ കൊണ്ടുവന്ന് തർജ്ജമ ചെയ്ത് അത് അറബിയിലേക്കാക്കി. അങ്ങനെ നമ്മുടെ നാട്ടിൽ നിന്ന് കൊണ്ടുപോയ നമ്പർ സിസ്റ്റമാണ് അറബിക് ന്യൂമറൽസ് എന്ന് പറഞ്ഞിട്ട് നമ്മളിന്ന് ഉപയോഗിക്കുന്നത്. ഈ പൂജയൊക്കെ വന്നത് അങ്ങനെയാണ്. അപ്പോൾ എല്ലാം അങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവരെല്ലാത്തിനും അറബിയിൽ പേരിടുന്നു എല്ലാ സാധനങ്ങളും. അപ്പോൾ ഇവർ പറയും ഇതൊക്കെ ഇസ്ലാമിൻ്റെ ആണെന്ന് പറയാൻ വേണ്ടി പല ആളുകൾ പൊക്കിക്കൊണ്ടുവരും. ഇപ്പോൾ റാസിയെ പൊക്കിക്കൊണ്ടുവരും, അല്ലെങ്കിൽ നമ്മളുടെ ഫാദർ ഓഫ് മെഡിസിൻ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറേ ആൾക്കാരെ കൊണ്ടുവരും, ഇബ്നു സീന എന്നൊക്കെ പറയുന്നത്. ഇവരൊക്കെ സത്യത്തിൽ ഇവരെ തന്നെ അവർ വിളിച്ചിരുന്നത് കാഫിറെന്നും ഹെററ്റിക് എന്നൊക്കെയാണ് വിളിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ഇത് നിലനിൽപ്പിന് വേണ്ടിയിട്ട് അതൊക്കെ മുസ്ലിങ്ങളാണെന്നാണ് പറയുക. അന്ന് കാഫിറെന്നാണ് വിളിച്ചത്, പോട്ടെ. അപ്പോൾ ഇതൊരു കാലഘട്ടമാണ്, അറബിക് ഗോൾഡൻ ഏജ്. ഇന്നിപ്പോൾ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഇംഗ്ലീഷ് ഗോൾഡൻ ഏജിലാണ്. ഇന്നെല്ലാ സാധനവും ഇംഗ്ലീഷിലാണ്. ഇപ്പോൾ ഈവൻ കോഡിങ് എടുത്ത് നോക്കിയാൽ അതിനകത്ത് പോലും ഉപയോഗിക്കുന്നത്
ലാംഗ്വേജ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒക്കത്തിലും ഇംഗ്ലീഷ് ആൽഫബറ്റ്സും സാധനങ്ങളുമാണ് വരുന്നത്. അപ്പോൾ ഇപ്പോൾ മെഡിക്കൽ പബ്ലിക്കേഷൻ്റെ ഒരു ഇത് വരുമ്പോൾ സത്യത്തിൽ ഒരുപാട് പബ്ലിക്കേഷൻസും ഇതുപോലുള്ള ക്ലിനിക്കൽ റിസർച്ചും നടക്കുന്ന മേഖലകളിൽ നിന്ന് ലാംഗ്വേജിൻ്റെ ബാരിയർ ഉള്ളതുകൊണ്ട് പബ്ലിക്കേഷൻസ് ആളുകളിലേക്ക് എത്താതെ പോകുന്നതും പബ്ലിക്കേഷൻസ് ആയി മാറാത്തതും ഇന്ന് അനേകമാണ്. അതിലേറ്റവും പ്രധാനമാണ് ചൈന. അതേപോലെ യൂറോപ്യനിലെ കുറേ രാജ്യങ്ങൾ, പ്രത്യേകിച്ച് ജർമ്മനി പോലെയുള്ള രാജ്യങ്ങൾ, അവിടെ നിന്നൊക്കെ ഒരുപാട് സ്റ്റഡീസും സാധനങ്ങളും വരുന്നുണ്ട്. പക്ഷേ ഈ ലാംഗ്വേജ് ബാരിയർ ഒരു വലിയ ഇഷ്യൂ ആണ്. അപ്പോൾ അതാണ് ഇപ്പോൾ ഇന്ത്യയിൽ ഇപ്പോൾ നമ്മൾ പറയുമല്ലോ ഹിന്ദി വലിയ ഭാഷയാക്കണം, ഇപ്പോൾ ശ്രേഷ്ഠ മലയാള ഭാഷ എന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ എനിക്കതിനോട് യോജിപ്പില്ല ഉള്ള കാര്യമാണ്. കാരണം പഠിച്ചോട്ടെ. ഇപ്പം നമുക്കിപ്പോൾ ഹിന്ദി മാലൂം ഹേ, ചില അത്യാവശ്യ ഘട്ടങ്ങൾ മുടി വെട്ടാൻ പോകുമ്പോഴും നമുക്ക് വഴി പറഞ്ഞു കൊടുക്കാം, അതിനൊക്കെ ഉള്ള ഹിന്ദി നമുക്കറിയാം. ഓക്കെ, ഇതിപ്പോൾ ഇന്നാളിപ്പോൾ ഒരാൾ തന്നെ ഹിന്ദി നമ്മളിങ്ങനെ പരിചയപ്പെട്ടു, ഒരു എക്സ് മുസ്ലിം ഒരു വാർത്തയുണ്ട്, നമുക്ക് ഹിന്ദി ചർച്ചയിൽ പങ്കെടുക്കാമെന്ന് പറഞ്ഞ് കൊണ്ടുപോയി. അവിടെ ചെന്ന് 2 വാക്ക് ഞാൻ പറഞ്ഞു, പിന്നെ എനിക്ക് ഹിന്ദി വരുന്നില്ല, പിന്നെ ഞാൻ ഇംഗ്ലീഷിൽ പറഞ്ഞു, അത്ര പഠിച്ചാൽ മതി. അതെ. അപ്പോൾ ഇതിൽ രസം എന്ന് വെച്ചാൽ ഈ ശ്രേഷ്ഠ ഭാഷ മലയാളം എന്നൊക്കെ പറയുമ്പോൾ പോലും അതൊക്കെ ആയിക്കോട്ടെ, ഇപ്പം നമ്മൾ ഈ ഒരു മേഖലയിലേക്ക് വന്നുകൊണ്ടാണ് മലയാളം ഇത്രയെങ്കിലും ഉപയോഗിക്കുന്നത്. അതുവരെ ഞാൻ ഡോക്ടറായിട്ടാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ 12 വർഷം പഠിച്ച മലയാളം എനിക്ക് ആ കൂടി ഉപയോഗം വന്നിരുന്നത് 1 വീതം 2 നേരം എഴുതാനായിരുന്നു, 2 വീതം 3 നേരം. ഇതിനപ്പുറത്തേക്ക് മലയാളം ഞാൻ ഉപയോഗിക്കേണ്ടായിരുന്നില്ല. അത് തന്നെ വൃത്തിയായിട്ട് എഴുതുകയില്ല. അതെ, അത് കുറെ കഴിഞ്ഞപ്പോൾ സ്റ്റാഫിന് വിട്ടു, അവരാണ് സീലടിച്ചു കൊടുക്കും. പിന്നെ 1 2 മാത്രമേ എഴുതുന്നുള്ളൂ. ഇങ്ങനെ ഒരു വര. അല്ല, നമ്മൾ ഹോമിയോ ഡോക്ടറാണ് കേട്ടോ, നമ്മൾ കുറച്ചുകൂടി വൃത്തിക്ക് എഴുതല്ലേ. ശ്രമിക്കണം, ഇച്ചിരി ബഹുമാനമൊക്കെ ആവാം. അല്ല, ഇതായിരുന്നു നമ്മുടെ പണി മാത്രമേ ഉള്ളൂ. അതെ, അതെങ്കിലും ഉണ്ടല്ലോ. അല്ല, ഞാൻ പറഞ്ഞത് നമ്മൾ ഈ 12 വർഷം മലയാളം പഠിച്ചിട്ട് ഉപയോഗിച്ചിരുന്നത് ഇതിന് വേണ്ടിയിട്ടാണ്. അല്ലാതെ മലയാളത്തിനൊരു ഉപയോഗം നമ്മുടെ ജീവിതത്തിൽ സംസാരിക്കാനിപ്പോൾ മലയാളം അറിയണം, എഴുതാൻ വായിക്കണം എന്ന് അറിയുന്നില്ലല്ലോ. അല്ലാതെ തന്നെ നമുക്ക് പറയാം. അല്ല, ഞാൻ പറഞ്ഞത് പക്ഷേ നമ്മളുടെ എക്സിസ്റ്റൻസിന് ഏറ്റവും കൂടുതൽ ആവശ്യം ഒരു ഗ്ലോബൽ ലാംഗ്വേജാണ്. അത് ഇന്ന് ഗ്ലോബൽ ലാംഗ്വേജ് എന്നുള്ള രീതിയിൽ മാത്രമല്ല, ഒരു ഗോൾഡൻ ഏജ് എന്ന് പറയുന്നത് ഇംഗ്ലീഷിൻ്റെ. അവിടെ ഇത് ചെയ്യുമ്പോൾ അതൊരു ഈ മലയാളം മീഡിയത്തിൽ കുട്ടികളെ വിട്ട് പഠിപ്പിക്കുന്ന അവസ്ഥ ഉണ്ടാക്കി, എന്നിട്ട് അതിൽ മേന്മ പറയുന്ന ഒരു അവസ്ഥയാണ് ഇന്ന് സർക്കാരുകൾ ചെയ്യുന്നത്. ഇതിനിപ്പം വലിയൊരു പ്രശ്നമാണ്. CBSE ഇപ്പം ഞങ്ങൾ UAE കുട്ടികൾ പഠിച്ചിട്ട് ഇങ്ങോട്ട് വരികയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ മലയാളം സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് നമുക്ക് അവിടെ 2 ലാംഗ്വേജ് പഠിച്ചാൽ അറബി പിന്നെ മലയാളം, ഹിന്ദി പഠിക്കണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ ഞാൻ മനസ്സിലാക്കുന്നത്, ഇപ്പോൾ പുതിയ നിയമം വരിക എന്നിട്ട് 3 ഭാഷയാണ്, ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി. ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി, 3 ഭാഷ. ഇത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഒരു ടോർച്ചറാണ് കുട്ടികൾക്ക്. പിന്നെ എൻ്റെ 2ാമത്തെ മോൾ ഇപ്പോൾ 6ാം ക്ലാസ്സിൽ, അവളിനി മലയാളം പഠിപ്പിച്ചെടുക്കണം. ഓക്കെ, മലയാളം പഠിക്കേണ്ടതാണ്, മാതൃഭാഷയാണ്, അത് എഴുതാനും വായിക്കാനും പഠിക്കണം. പക്ഷേ ഇംഗ്ലീഷ് പിന്നെ നമ്മൾ ഹിന്ദിയും കൂടെ നമ്മളിലേക്ക് അടിച്ചേൽപ്പിക്കുന്നത്, അത് നമുക്കൊരു ചോയ്സ് തരികയാണ് വേണ്ടത്, ഹിന്ദി ഓർ ഇംഗ്ലീഷ്. മോസ്റ്റ്ലി എല്ലാവരും ഇംഗ്ലീഷ് എടുക്കുള്ളൂ. പിന്നെ ഒരു രാഷ്ട്രത്തിന് പൊതുവായ ഒരു ഭാഷ വേണമെന്ന് നിർബന്ധപൂർവ്വം അതിങ്ങനെ അടിച്ചേൽപ്പിക്കാൻ വരുമ്പോൾ നമ്മളിപ്പോൾ 3 ഭാഷ പഠിക്കേണ്ട ഒരു അവസ്ഥ ഒരു കുട്ടിക്ക് വരുവാണ്. സോ ദാറ്റ്സ് ആക്ച്വലി എനിക്ക് തോന്നുന്നില്ല അതെന്തെങ്കിലും അത് കൂടുതൽ അക്കാഡമിക് സ്ട്രെയിൻ ഉണ്ടാക്കും. നമ്മൾ മറ്റ് കാര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കേണ്ട സമയം മറ്റ് സയൻസ് വിഷയം. ക്ലാസ് മുതൽ ഇതിപ്പം എനിക്കൊന്ന് 8ാം ക്ലാസ് മുതൽ 3 ഭാഷ നിർബന്ധമാക്കുമെന്ന് തോന്നുന്നു. അങ്ങനെയാണെന്ന് തോന്നുന്നു, എനിക്കത് കറക്റ്റ് അറിയത്തില്ല. ഇപ്പം അങ്ങനെ സംസാരം നടക്കുന്നുണ്ട്. ആണല്ലേ. ഞങ്ങൾ പഠിച്ചിരുന്നപ്പോൾ എൻ്റെ ഓർമ്മ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ 3 ഭാഷ നമ്മൾ പഠിച്ചിട്ടുണ്ട്, പക്ഷേ ഏതൊരു ക്ലാസ് വെച്ചിട്ട് ഇത് ഹിന്ദി നിൽക്കുന്നുണ്ട്, പിന്നെ അവിടെ അങ്ങോട്ട് ഹിന്ദി. അങ്ങനെയായിരുന്നു നമ്മൾ വിചാരിച്ചത്. ഇപ്പം അത് മാറ്റം വരും, ഹിന്ദി മസ്റ്റായിട്ട് പഠിക്കേണ്ടി വരുമെന്ന് പറയുന്നതായിട്ട് ഞാൻ കേട്ടു. ഞാനും 3 ഭാഷ പഠിച്ചിട്ടുണ്ട്, ഇതുപോലെ ഹിന്ദിയും മലയാളവും പിന്നെ ഇംഗ്ലീഷ്, അറബിയും പഠിച്ചിട്ടുണ്ട്. പരീക്ഷയ്ക്ക് ജയിക്കാൻ വേണ്ടി, അല്ലാതെ ഒരു ഹിന്ദി വാക്ക് പോലും എൻ്റെ മോക്കൊന്നും സംസാരിക്കാൻ അറിയില്ല. പരീക്ഷയ്ക്ക് പോയിട്ട് മാർക്ക് മേടിക്കുന്നത് ഞാൻ എങ്ങനെയാണ് കാണാതെ പഠിച്ചത്. അത് കുറേയൊക്കെ ടീച്ചർമാരുടെ, അത് നമ്മുടെ അതൊരു നേറ്റീവ് സ്പീക്കർ പഠിപ്പിക്കാത്തതിൻ്റെ ഒരു പ്രശ്നം കൂടിയാണ്. ഇവർ അവിടെ എന്താ എഴുതിയിരിക്കുന്നത്, മേ വന്നാൽ ഇങ്ങനെ പഠിപ്പിച്ചാൽ അത് പഠിയില്ല. അങ്ങനെയാണ്. അറബി ഇപ്പം നേറ്റീവ് സ്പീക്കേഴ്സ് ആയിരുന്നു അവിടെ പഠിപ്പിച്ചിരുന്നത്, പഠിക്കുന്നില്ല. അറബി ഇവർക്ക് എഴുതിയ പരീക്ഷയ്ക്ക് ജയിക്കാനുള്ള സാധനങ്ങളൊക്കെ വെക്കാന്നല്ലാതെ ബോർഡൊക്കെ വായിക്കും, പക്ഷേ സംസാരിക്കാൻ അറിയത്തില്ല. ഞങ്ങളെ പഠിപ്പിച്ചിരുന്നത് നേറ്റീവ് സ്പീക്കർ ഒന്നും ആയിരുന്നില്ല, പക്ഷെ നല്ലൊരു ഹിന്ദി ടീച്ചറായിരുന്നു. അതുകൊണ്ട് നമുക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ആ സംഭവം. അന്നത്തെ ആ ടീച്ചർ ഹിന്ദിയിലെ പറയും, മേം കർത്താവായി വരുമ്പോൾ. അതെ. അപ്പൊ ഇവിടെ ഈ വരുമ്പോൾ എന്നുള്ള സാധനം നമ്മൾ മലയാളത്തിലല്ലേ പറയുന്നത്, ഞങ്ങളൊക്കെ അങ്ങനെ പഠിപ്പിക്കുന്നത്. മേം കർത്താവ്, അതായത് ഹിന്ദി നമ്മൾ മലയാളത്തിലാണ് പഠിക്കുന്നത്. അതാണ് പ്രശ്നം. അങ്ങനെയാണ് നമ്മൾ, അവിടെയാണ് പ്രശ്നം വരുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ ഒരു നേറ്റീവ് സ്പീക്കേഴ്സിനെ കൊണ്ടുവന്നിട്ട് ഇത് പഠിപ്പിക്കും. അത് ഇംഗ്ലീഷാണെങ്കിൽ അങ്ങനെ, ഹിന്ദിയാണെങ്കിൽ അങ്ങനെ, മലയാളമാണെങ്കിൽ അത്, അങ്ങനെ വരുമ്പോൾ കുറേ കൂടി കണക്ട് ചെയ്യും. 3 ഭാഷ പഠിപ്പിക്കേണ്ടത് അല്ല, സ്റ്റേജ് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതായത് ഒരു
ഇപ്പം നമ്മൾ മാതൃഭാഷ എന്നുള്ള രീതിയിൽ നമ്മൾ 2 ഭാഷ പഠിച്ചു വരുന്നു. ഒന്ന് മലയാളവും പിന്നെ നമുക്കൊരു നമുക്ക് മാർക്കേ ഗതികേടുള്ളൂ. ഈ ഇന്ത്യക്കാർക്കാണ് ഇത്രയും ഭാഷ വരുന്നത്. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. പിന്നെ ഒരു ഇന്ത്യയിൽ സഞ്ചരിക്കണം എന്നുണ്ടെങ്കിൽ ഹിന്ദിയാണ് ഏറ്റവും. അതൊക്കെ ഇപ്പം ഈ നമ്മുടെ ഗൾഫിൽ ഈ ഇപ്പം ഹിന്ദി വിരോധം പറയുന്ന ആൾക്കാരുടെ എല്ലാം ഈ അവിടെ പോയി ബക്കാല നിൽക്കുന്ന എല്ലാവരും ഹിന്ദി പറയുമല്ലോ. ഹിന്ദിയും പറയും, അറബിയൊക്കെ സൂപ്പർ. അറബികൾ പോലെ ഹിന്ദി പറയും. അറബികളും ഹിന്ദി പറയും. ദോ ചായ് ദേ ദോ എന്നൊക്കെ പറയാം. അതാ പറഞ്ഞ അങ്ങനൊരു ഇതുണ്ട് ആ ഒരു സംഗതിക്ക്. ഇപ്പോൾ ഭാഷയൊക്കെ എനിക്ക് തോന്നുന്നു നമ്മളൊരു സിറ്റുവേഷനിൽ ചെല്ലുന്നു, നമ്മൾ പഠിക്കും. ആ സിറ്റുവേഷൻ നമ്മൾ ഇടപെടുന്ന സാഹചര്യത്തിൽ അല്ല കുറച്ച് നിന്നാൽ പഠിക്കും. ഇപ്പോൾ ഈ ഗ്രോസറിയിലൊക്കെ നിൽക്കുന്ന അവിടുത്തെ UAE ഗ്രോസറി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു ഒഫീഷ്യൽ ലാംഗ്വേജ് പ്രോപ്പറായിട്ട് ഇങ്ങനെ വന്നിട്ടൊരു പോഡ്കാസ്റ്റ് ചെയ്യാനുള്ള ഒരു പ്രസന്റേഷൻ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഈ പിന്നെ അത്യാവശ്യം നടത്തിക്കൊണ്ട് വ്യവഹാരങ്ങൾക്കുള്ള ഭാഷ അല്ല ഞാൻ പറഞ്ഞത്. നമുക്കൊരു ഗ്ലോബൽ ലാംഗ്വേജ് എന്നുള്ള രീതിയിൽ ഇംഗ്ലീഷ് നിർബന്ധമാണ്. ഇംഗ്ലീഷാണ് ഈ ഇംഗ്ലീഷ് അറിയാത്തതിൻ്റെ ഒരു കുഴപ്പമാണ്. നമ്മുടെ പല ആളുകളും ഒരുപാട് കാര്യങ്ങളിൽ നമ്മുടെ ഇവിടുത്തെ മലയാളം കവികളും ഈ പിന്നെ കമ്മ്യൂണിസ്റ്റ് എഴുത്തുകാരും ഒക്കെ കൂടെ മനുഷ്യരെ തെറ്റിദ്ധരിപ്പിച്ച് പണ്ടാരടക്കി മലയാളത്തിൽ എഴുതി പല കാര്യങ്ങളും നുണകൾ എഴുതി ഇവിടെ പ്രസിദ്ധീകരിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പം എൻ്റെയൊക്കെ ഒരു അച്ഛൻ്റെയൊക്കെ തലമുറ ഉള്ള ആളുകളെല്ലാം ഈ കമ്മ്യൂണിസ്റ്റ് സാഹിത്യങ്ങളും നുണകൾ ഇത് ഇവർക്ക് ശരിയാണോ എന്ന് പരിശോധിക്കണമെങ്കിൽ ഇംഗ്ലീഷ് അതിൻ്റെ ഒറിജിനൽ ബുക്ക് പോയി വായിക്കണമല്ലോ. ഇപ്പം നിങ്ങൾ പറഞ്ഞ പോലെ അറബിയിൽ ഇത് വായിക്കുന്നിടത്തോളം കാലം ആർക്കൊന്നും മനസ്സിലാവില്ല എന്ന് പറഞ്ഞ പോലെ അതാണ് ഇവിടെ ഇങ്ങനെ ഒരുപാട് ആളുകളെ ഈ ഭാഷയുടെ ഒരു കാര്യത്തിൽ തെറ്റിദ്ധരിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അത് ഈ ഒരു ഇംഗ്ലീഷ് ഭാഷയുടെ ആ ഒരു തടസ്സം മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടെ അത് ഇപ്പം നമുക്കത് ഗുണമായത് ഞാൻ ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ നേറ്റീവ് സ്പീക്കിംഗ് അറബ്സ് ആയിട്ടുള്ള ആളുകൾ ഇസ്ലാമിനെ വിമർശിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായി. അപ്പോഴാണിത് അതിൻ്റെ ക്ലാരിറ്റി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അതായത് സംസ്കൃതം അവരോട് ഇവർ പേരുമാറ്റം പറയുമോ? അത് അവരോടും പറയുന്നുണ്ട്. അതാണ് രസം. അറബി നാട്ടിലെ ഒരുത്തനോട് നീ എന്തിനാടാ മുഹമ്മദ് പേരിട്ടിരിക്കുന്നത് മാത്രം. അതൊരു ഭയങ്കര ഇതാണ്. അങ്ങനത്തെ ഒരു ചില ആളുകളുണ്ട് അങ്ങനെ. പിന്നെ രാഘവൻ എന്നൊക്കെ അറബികൾ പേരിട്ട് വരുമോ? രാഘവൻ, ശശീന്ദ്രൻ ഫ്രം UAE. അല്ല ആ ഒരു ക്ലാരിറ്റി ഭയങ്കരമായിരുന്നു. അങ്ങനെയുള്ള ആളുകൾ കേൾക്കുക. അതൊക്കെ ഇന്റർനെറ്റാണ് നമുക്ക് സാധ്യമാക്കിയത്. അല്ലെങ്കിൽ നമ്മൾ കേൾക്കാൻ പറ്റുമോ അങ്ങനെ ഒരാളെ? ഒരിക്കലും കേൾക്കില്ല. അപ്പോൾ ഇവർ ശരിക്കും ഈ ആളുകൾ വന്നിട്ട് ഇപ്പം നമ്മളെ ഇന്ത്യക്കാരും അല്ലാതെ പാകിസ്ഥാനികളൊക്കെയാണ് ചെന്നിട്ട് ഇവരെ പോയിട്ട് തിരുത്താൻ നോക്കും അറബി അറിയുന്ന അതായത് ആളുകളോട്. മതം ഉണ്ടായ സ്ഥലത്തെ ഒറിജിനൽ അറബ് സംസാരിക്കുന്ന ആൾക്കാരെ ഈ 3ാം ലോക രാജ്യങ്ങളിലെ ഇന്ത്യക്കാരനും പോയിട്ട് ബംഗ്ലാദേശിയും പാകിസ്ഥാനിയും പോയിട്ട് അറബി പഠിപ്പിക്കുന്നു. നിങ്ങൾക്ക് ശരിക്കും മതം അറിയില്ല, നിങ്ങൾക്ക് ഭാഷ അറിയത്തന്നെ കുഴപ്പമാണ്. അപ്പോൾ അതിൽ അവർ പറയും. കാരണം ഈ വിളിക്കുന്നവനെ അറിയില്ല. നമ്മളുടെ കോയ കോളിംഗ് പോലെ തന്നെ ചില പരിപാടികൾ നടത്തുന്നുണ്ട്. അപ്പോൾ ഈ വിളിക്കുന്നവനെ അറിയില്ല ഇവൻ അറബാണോ അല്ലയോ എന്നുള്ളത്. കാരണം ഇവൻ സംസാരിക്കുന്നത് ഇംഗ്ലീഷിലാണ്. അപ്പോൾ ഇവൻ ചെന്നിട്ട് പറയും നിങ്ങളുടെ ട്രാൻസ്ലേഷൻ തന്നെ നിങ്ങൾക്ക് അറബി അറിയാത്തതുകൊണ്ടാണെന്ന് പറയും. അപ്പോൾ ഇവൻ ചോദിക്കും നിങ്ങൾക്ക് എത്ര അറബി അറിയാമെന്ന് പറയും. അങ്ങനെ അറബിയിലേക്ക് കൊണ്ടുവരും. അറബിയിലേക്ക് കൊണ്ടുവന്നിട്ട് ഇവൻ പിന്നെ അറബി പറയാൻ തുടങ്ങും. അപ്പോൾ പറയും സോറി എനിക്കത്ര അറിയില്ല. എന്നാൽ ഞാൻ എവിടുന്നാണ് വരുന്നത്? ഞാൻ സൗദിയിൽ നിന്നാണ് വരുന്നത്. അവിടെ തീരും. സൗദിയിൽ നിന്ന് വരുന്നവരൊക്കെ വിമർശനം. പക്ഷെ അവരെവിടുന്നാ ചെയ്യുന്നതെന്ന് പറയാൻ പറ്റില്ല. സൗദിയിൽ നിന്നുള്ളവരുണ്ട്, ഈജിപ്ഷ്യൻസ് ഉണ്ട്. ഇപ്പം അബ്ദുള്ള അബ്ബാസിൻ്റെ ഒരു വീഡിയോ ഉണ്ട്. ആരിഫ് പറഞ്ഞതനുസരിച്ച് അറബികൾ, ഹിന്ദിക്കാർ, അങ്ങനെ വിവിധ ദേശങ്ങളിൽ ഇസ്ലാമിനെ വിമർശിക്കുന്നവർക്കെല്ലാം കേരളം ആണ് ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം. ഇപ്പം സക്കീർ നായിക്ക് പറഞ്ഞതുപോലെ കേരളത്തിലേക്ക് വരുമെന്ന് പറഞ്ഞാൽ ആരിഫ് പറഞ്ഞിരിക്കുന്നത് LDF ഭരിക്കുന്ന ഈ കേരളത്തിൽ വന്ന് സുരക്ഷിതമായിരുന്നു വിമർശിക്കൂ എന്നാണ് പറഞ്ഞതെന്നാണ് അവർ പറഞ്ഞത്. അപകടം കാണാതെ പോകുന്നുണ്ട് ഇവിടെ. അങ്ങനെ ഒരു സ്പേസ് ഇവിടെ ഉണ്ട്. പിന്നെ കോൺഗ്രസ്സുകാരെ നിങ്ങളെല്ലാം റെയ്ഡ് ചെയ്ത് പിടിക്കുമോ? റെയ്ഡ് ചെയ്ത് പിടിക്കൊന്നുമില്ല. ഇല്ല അങ്ങനെ ഒരു ഇതല്ല. കാരണം എന്താ വെച്ചാൽ ഇതൊരു സെക്യൂരിറ്റി ഇഷ്യൂ, സ്റ്റേറ്റ് ഇഷ്യൂ മാത്രമല്ല, ഇതൊരു നാഷണൽ ഇഷ്യൂ ആണ്. ഇപ്പം നമ്മളൊക്കെ അത് ഇങ്ങനെ ചെയ്യണമെന്ന ഒരു താല്പര്യം കൂടി ഉണ്ട്, അത് പറിച്ചേക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ. കാരണം നമ്മളുടെ ഇതിനകത്ത് ഈ അവിടെയാണ് ഇവർ വലയും വിരിച്ചിരിക്കുന്നത്, കമൻറ്റ് സെക്ഷനിലും അതുപോലെ ചാറ്റ് ബോക്സിലൊക്കെ. അവിടെ നിന്നാണ് ഇവർ പലരെയും തോണ്ടിക്കൊണ്ട് പോകുന്നത്. അപ്പം എന്നോട് കഴിഞ്ഞ ദിവസം ഒരാൾ ഒരു ഒഫീഷ്യൽ പറഞ്ഞാണ് വൻ സ്രാവുകളെയാണ് പലപ്പോഴും പിടികിട്ടിയിട്ടുള്ളതെന്നാണ് പറയുന്നത്. ഈ ഇതിൽ നിന്ന് ആരിഫിന്റെ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ കമന്റ് ഇടുന്ന പല ആളുകളും പൊട്ടൻഷ്യൽ അത് പിടിച്ചു ഇവർ പിന്നാലെ പോകും. ഇതിൻ്റെ പിന്നാലെ ഇവർ ഷാഡോ ആയിട്ട് ഇതിൻ്റെ ഉള്ളിലുണ്ടാവും, കമന്റ് ഇടുന്ന ആളുകളൊക്കെ ആയിട്ട്. എന്നിട്ട് ഇവർ പിടിക്കുന്ന ആളുകൾ പലരും ഭയങ്കര വൻ തിമിംഗലങ്ങളെ കിട്ടിയിട്ടുണ്ടെന്നാണ് പറയുന്നത് ഇതിൻ്റെ പിന്നാലെ പോകുമ്പോൾ. പിന്നെ അങ്ങനെ നെറ്റ്വർക്ക് ഉണ്ട്. ഇപ്പോൾ ഈ അടുത്ത് ഞാനത് ഇന്നലെ ഒരു ആർട്ടിക്കിൾ എഴുതിയതാണ്. അതായത് ജാനുവരി മുതൽ ഏപ്രിൽ 9 വരെയുള്ള ദിവസം, അത്രയും മാസങ്ങളെടുത്ത് കഴിയുമ്പോൾ 16ഓളം അറസ്റ്റുകളും എൻകൗണ്ടേഴ്സും ഒക്കെയാണ് ഇവിടെ തടഞ്ഞിരിക്കുന്നത്. അറസ്റ്റുകളാണ് നടന്നിരിക്കുന്നത്. അത് വെറും അറസ്റ്റല്ല,
പദ്ധതികൾ പൊളിയാണ്. അതിൽ പ്രധാനമായിട്ടും എല്ലാം ഇസ്ലാമിക് ടെററാണ്. പിന്നെ അതുകൂടാതെ ഖാലിസ്ഥാനി, പിന്നെ നോർത്ത് ഈസ്റ്റ്, മാവോയിസ്റ്റ്, ഇതെല്ലാം ഇവിടെ പിടിക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു 12 ഇസ്ലാമിക്കും ബാക്കി 4 എല്ലാം കൂടി. ഇതെല്ലാം ഇവിടെ തടഞ്ഞിരിക്കുന്ന ആരാണ്? ഇവിടുത്തെ സെക്യൂരിറ്റി ഒഫീഷ്യൽസ്, NIA, ATS, ഡൽഹി സ്പെഷ്യൽ സെല്ല്, ഇങ്ങനെ കുറേ ഗ്രൂപ്പുകളുണ്ട്, IB, എല്ലാവരും. ഇത് നമ്മൾ അറിയുന്നില്ല. ഇതിലേതെങ്കിലും പറഞ്ഞാൽ പൊട്ടുമ്പോൾ നമ്മൾ അറിയും. അപ്പോൾ അവർ പറയാം അത് ബീഹാർ ഇലക്ഷനാണ്. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം ഇവിടെ ഉണ്ട്. അതായത് ഈ നടന്നുകൊണ്ടിരിക്കുന്ന സാധനങ്ങൾ ആളുകൾ ചർച്ചയാക്കുന്നില്ല. അപ്പോൾ ഇതൊരു, ഞാൻ അതിനൊരു പേരിടുന്ന ഒരു ദ പാരഡോക്സ് ഓഫ് വിജിലൻസ് എന്ന് നമ്മൾ പറയാം. എന്ന് വെച്ചാൽ നമ്മൾ വിജിലൻ്റ് ആയിട്ട് ഇരിക്കുന്നതുകൊണ്ട് ഇതിനെ പിടിക്കുകയും ഇതിനെ അവോയ്ഡ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ നമ്മളിത് അറിയില്ല, ജനങ്ങൾ അറിയുന്നില്ല, പൊട്ടുന്നില്ല. അപ്പോൾ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒന്നും നടക്കുന്നില്ല, ഇവിടെ ഒരു കുഴപ്പമില്ല. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം പൊട്ടും കയ്യിൽ നിന്ന് മിസ്സായിട്ട്, അപ്പോൾ ഇവിടെ പറയാം അതെ സെക്യൂരിറ്റി വീഴ്ച, ബീഹാർ ഇലക്ഷൻ. അങ്ങനെ പൊട്ടിയാലും അവർക്കത് പൊട്ടിക്കാനുള്ള അവകാശമുണ്ട്. അതുണ്ട് അല്ലേ? അല്ല, അപ്പോൾ അതൊരു വലിയ പ്രശ്നമാണ്. ഹോളി സ്വരാജ് അതൊരു വലിയ പ്രശ്നമാണെന്നാണ് പറയുന്നത്. ഒരു പാരഡോക്സ് ഉണ്ട് ഇവിടെ, ഒരു പാരഡോക്സ് ഓഫ് വിജിലൻസ്. അപ്പോൾ നമ്മൾ ശരിക്കും ഇപ്പം BSF അല്ലെങ്കിൽ നമ്മളെ സൈന്യത്തിനൊക്കെ പറയുമ്പോൾ അവർക്ക് അറിയാം ഈ ലൈൻ്റെ അപ്പുറയാണല്ലോ ശത്രു, ഇത് കണ്ടെത്താൻ പറ്റില്ല. ഇൻറ്റേർണലാണ്, എംബഡഡ് ആണ്. ഇപ്പോൾ നമ്മൾ ഈ 4 പേരും കൂടി ഇരിക്കുന്നുണ്ടെങ്കിൽ ഇതിൽ ഒരാൾ തീവ്രവാദിയാണോ അല്ലയോ നമ്മളിങ്ങനെ കണ്ടുപിടിക്കും. അപ്പോൾ വഴി കൂടെ നടന്നു പോകണം, എല്ലാവരെയും പിടിച്ച് ഫ്രിസ്ക് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അങ്ങനെ ഒരു അവസ്ഥയാണ്. നിങ്ങളൊരു ഇന്ത്യൻ ദുരന്തമാണെന്നാണ് പറഞ്ഞു വരുന്നത്. അതെ, ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യക്കകത്ത് പ്രവർത്തിക്കുന്ന, ഇന്ത്യക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദുരന്തം. അതെ, അപ്പോൾ അങ്ങനെ ഒരു ദുരന്തനെ തൊട്ട് കളിക്കാൻ ആർക്കും പറ്റില്ല എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അങ്ങനെ വന്നാൽ അത് അവർക്കും ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ വേറൊരു കാര്യം, ഇതിൽ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരിക്കുന്നത് CCTV ക്യാമറ, സോളാർ പാനലൊക്കെ വെച്ച് ഫുട്ടേജസ് പാകിസ്ഥാനിലേക്ക് അയച്ചുകൊണ്ടിരിക്കുക. ഇതായിരുന്നു കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തൊരു ടീം ചെയ്തുകൊണ്ടിരുന്നത്. അതിനകത്ത് ഹിന്ദുക്കളുണ്ട്, ഹിന്ദു സ്പൈസ് വരെ ഉണ്ട്, അവരെയും കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ വലിയ പ്രശ്നങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നോർത്തിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഈ പറയുന്നത്. കേരളത്തിലേക്കൊന്നും ഇത് വന്നിട്ടില്ല. അപ്പോൾ ഇവിടെ വരാതിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ വിജിലൻ്റായിട്ട് ഇരുന്നേ പറ്റുള്ളൂ. ഇവിടെ എനിക്ക് തോന്നുന്നു നമ്മുടെ CCTV അമ്മാവന്മാർ വഴിയിലുള്ളത് ഒരു കണക്കിന് അനുഗ്രഹം തോന്നുന്നു. ഇങ്ങനെ ആരും CCTV വെച്ചിട്ടുണ്ടോ എന്ന് നോക്കാനായിട്ട് അമ്മാവന്മാർ വഴിയിലുണ്ട്. അതെ അതെ, അത് വരാം. അതെ, അല്ല മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ എന്താ പറയുക, ഒരു വലിയൊരു ചേഞ്ച് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആ ഒരു മൊത്തത്തിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ യങ് ജനറേഷനിൽ നിന്നുള്ള റെസ്പോൺസ് എങ്ങനെ ആരിഫിന്? ഈ ജെൻസി ആൾക്കാരൊക്കെ ആരിഫിനെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ നോക്കുമ്പം നമുക്കറിയത്തില്ലല്ലോ ഈ യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിൽ എത്രമാത്രം മതം കുറേ ആൾക്കാർ പറയുന്നത് മതം കൂടുതൽ ശക്തിപ്പെടുന്നു, സോഷ്യൽ മീഡിയ ഒക്കെ വഴി ശക്തിപ്പെടുന്നു, അല്ലെങ്കിൽ ആ ഒരു ഉമ്മത്ത് പൊളിറ്റിക്സ്, അല്ലെങ്കിൽ ഇപ്പോൾ ഹിന്ദുത്വ എന്ന് പറഞ്ഞാൽ നമ്മളെ ഒരുമിച്ച് നിൽക്കണം. അപ്പോൾ ഇതെല്ലാം ശക്തിപ്പെടുന്നത് നമുക്ക് കാണാനും പറ്റും. സോഷ്യൽ മീഡിയ പല പല ഗ്രൂപ്പുകളുണ്ട്. പക്ഷേ നമ്മൾ റിയാലിറ്റി എന്താണ് ശരിക്കും? വാട്ട് യു ആർ സീയിങ്? നമുക്ക് കിട്ടുന്ന ഒരു ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ആളുകൾ ഇത് കൂടുതൽ പഠിക്കാൻ തയ്യാറാവുന്നു എന്നുള്ളതാണ്. സൈലൻ്റായിട്ട് അവർ കേൾക്കുന്നുണ്ട്, സൈലൻ്റായിട്ട് അവർ അന്വേഷിക്കുന്നുണ്ട്, അവർ സൈലൻ്റായിട്ട് അങ്ങനെ പോവുകയാണ്. കാരണം ഇതിൽ കൂടുതൽ ആളുകൾ പഠിക്കുന്നവരും +2 ആ ഏജിലൊക്കെ പല ആൾക്കാരും വിളിച്ചിട്ട് ഓഡിയോ നമുക്ക് പിൻവലിക്കേണ്ടി വന്നിട്ടുണ്ട്. കാരണം അത് ഇട്ടിട്ട് വീട്ടിൽ പ്രശ്നമായി, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവർ കേൾക്കുന്നുണ്ട്, മാറുന്നുണ്ട്. അത് ഈവൻ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ വരെ ആ രീതിയിലേക്ക് വരുന്നതാണ് അവരുടെ മുതിർന്ന ആളുകളിലൂടെ നമുക്ക് അറിയുന്നത്. അപ്പോൾ ആ ഒരു ചേഞ്ച് ഉണ്ട്. ഒരിക്കൽ ഒരു പയ്യൻ വിളിച്ചത്, 12 വയസ്സുകാരനൊരു പയ്യൻ, അവൻ വിളിച്ചു ലൈവില്. അപ്പോൾ ഇവൻ വിളിച്ചത്, അപ്പം ഞാൻ ഈ നമ്പർ കണ്ടിട്ട് തിരിച്ചു വിളിക്കുന്ന ഒരു പരിപാടി, ഇവർ ഈ ഓഫ് ടൈമിൽ വിളിക്കുന്നുണ്ട്. അപ്പം ഞാൻ ലൈവ് ഉള്ളപ്പോൾ ഞാൻ തിരിച്ചു വിളിച്ചു. അപ്പോൾ എടുത്തത് ഒരു മുതിർന്ന ആളാണ്. അപ്പം ഞാൻ ചോദിച്ചു, ഇങ്ങനെ ഒരു നമ്പറിൽ കോള് കണ്ടിട്ടാണ് ഞാൻ തിരിച്ചു വിളിക്കണമെന്ന് പറഞ്ഞു, ഇന്ന ആളാണെന്നും പറഞ്ഞു. എന്നാൽ അതെൻ്റെ മോൻ വിളിച്ചായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ മോന് കൊടുത്തപ്പോൾ അവൻ 12 വയസ്സാണ്. അതായത് ഇട്ടിട്ടുണ്ടായിരുന്നു ആ വീഡിയോ. ഈ പയ്യനുമായിട്ട് നമ്മൾ ഏതാണ്ട് 1 മണിക്കൂർ സംസാരിക്കുന്നത് ഇതിൽ ലൈവായിട്ടുണ്ടെന്ന് മാത്രമല്ല, ഇത് സംസാരിക്കുന്ന സമയത്ത് ഈ മുതിർന്ന ആൾ അടുത്തിരിക്കുകയാണ്. ഇത് മുഴുവൻ കേട്ടു. എന്നിട്ട് ലാസ്റ്റ് ഫോൺ ഇയാൾക്ക് തിരിച്ചു കൊടുത്തു. എന്നിട്ട് അയാളുമായിട്ട് പിന്നെ കുറച്ച് നേരം സംസാരിക്കുക. അപ്പോൾ അയാൾ പറയാണ്, ഈ പയ്യൻ്റെ വെല്ലിപ്പയാണ്. വെല്ലിപ്പ നമ്മുടെ വീഡിയോ ഒക്കെ കാണാറുണ്ട്. അപ്പോൾ വെല്ലിപ്പ ഇതൊക്കെ പറയുന്നത് കേട്ട് ഇവന് പല സംശയങ്ങളും, ഇവൻ മദ്രസയിൽ പോവുകയും ഒക്കെ ചെയ്യുന്നതാണ്. പക്ഷേ ഇവന് കുറേ സംശയങ്ങൾ, അത് നമ്മളോട് നേരിട്ട് ചോദിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു സംഭാഷണം. അപ്പോൾ ഇത് നേരിട്ടായിരിക്കില്ല ഇവർ ചെയ്യുന്നത്, കേൾക്കുന്നത് പല ആളുകളിലൂടെയാണ്. കേൾക്കുന്ന ആളുകൾ സൈലൻ്റാണ്. കാരണം അവരുടെ എക്സിസ്റ്റൻഷ്യൽ ഒരു ക്രൈസിസ് ഉണ്ടാകുന്ന ഒരു വിഷയമാണ്. പഠിക്കുന്ന വിഷയങ്ങളും ജോലി കിട്ടുന്നതിന് മുന്നേയുള്ള ഒരു ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് കിട്ടാത്ത പ്രായത്തിലുള്ള ആളുകൾക്ക് ഇത് പെട്ടെന്ന് എക്സ്പ്രസ് ചെയ്യാൻ എളുപ്പമല്ല. അപ്പോൾ ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു നെക്സ്റ്റ് 5 ഇയേഴ്സും കൂടി ക്രൂഷ്യലായിട്ടുള്ള ഒരു പീരീഡാണ്.
അപ്പോഴാണ് ഇതിൻ്റെ ഒരു ക്ലിയർ പിക്ചർ നമുക്ക് കിട്ടുക. ഇപ്പം നമുക്ക് കിട്ടുന്നത് ഒരുപാട് ആളുകൾ ഒരു ഫസ്റ്റ് ലെയർ ഇത് ഭേദിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി സെക്കൻഡ് ലെയറിലേക്ക് എത്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഈ പറഞ്ഞ ഗ്രൂപ്പിലേക്കാണ്. അത് അറിയണമെന്നുണ്ടെങ്കിൽ ഒരു 5 years കൊണ്ട് വെയിറ്റ് ചെയ്യണം. അപ്പോഴാണ് അവർ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വരുന്നൊരു സമയം വരിക. ഇപ്പോഴത്തെ ടീനേജേഴ്സൊക്കെ മാറി ഒരു 20 വയസ്സ് 22 5 വയസ്സ്, അപ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് ഇന്നത്തെ സ്വറ ഇവിടെ അവസാനിപ്പിക്കാൻ തോന്നുന്നു. യെസ്, അതെ. അപ്പോൾ വാഴ കണ്ടിട്ട് വാഴ കാണുക. അതെ, വാഴ 2. ഓക്കെ.